ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. ഗുഡ് ആഫ്റ്റർനൂൺ. മുന്നിലേക്ക് ഇരുന്നോ കേട്ടോ. ഏറ്റവും സ്നേഹമുള്ള LB ബിസിനസ് ഗ്രൂപ്പിൻ്റെ ഫൗണ്ടേഴ്സ് അനിൽ മാഷ്, സിജി സാർ ഇപ്പം ഇങ്ങോട്ട് വരും. ഈ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കാനായിട്ട് നേതൃത്വം കൊടുത്ത ഡേവിസ് മാത്യു സാർ, റീജിയണൽ ടീം കോർഡിനേറ്റർ, നാഷണൽ ടീം കോർഡിനേറ്റർ, ഇവിടെ അനിൽകുമാർ സാറുണ്ട്, ഓൾ സീനിയർ ലീഡേഴ്സ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, സ്നേഹമുള്ളവർ. നമ്മൾ പ്രധാനമായിട്ട് ഈ 2 ദിവസം ഇങ്ങനെ ഒരു ട്രെയിനിങ് പ്രോഗ്രാമായിട്ടൊന്നുമല്ല ഇങ്ങോട്ട് പ്ലാൻ ചെയ്തത്. ഒരു എൻജോയ്മെൻ്റ്, ഒരു ചെറിയ ടൂറായിട്ടാണ് പ്ലാൻ ചെയ്തത്. ആണോ അല്ലേ? അതെ. അപ്പോൾ അതുകൊണ്ട് ഒരു വലിയൊരു ട്രെയിനിങ്ങിലേക്കൊന്നും നമ്മളങ്ങനെ പ്ലാൻ ചെയ്തെങ്കിലും വളരെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. നമുക്ക് 1:30ക്കാണ് ഭക്ഷണം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ സമയം 12:15 കഴിഞ്ഞു. അപ്പോൾ 1:30ക്കാണ് നമ്മുടെ ഫുഡ്. അങ്ങനെ നിങ്ങളൊരു 4 മണി അല്ലെങ്കിൽ 4:30ക്ക് ചായ കുടിച്ചതിന് ശേഷം പിരിഞ്ഞു പോകുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഇന്നലെ നെല്ലിയാമ്പതി വന്ന് ഇഷ്ടപ്പെട്ട നെല്ലിയാമ്പതി, ആദ്യമായിട്ട് നെല്ലിയാമ്പതിയിൽ വരുന്നവർ എത്ര പേരുണ്ട്? ആദ്യമായിട്ട് വരുന്നവർ എല്ലാവരും ആദ്യമായിട്ട് വരുന്നത്. ഇവിടെ നമ്മുടെ അരുൺകുമാർ സാറും അതുപോലെ തന്നെ അൽബാഷും ഡേവിഡ് സാറും, നിങ്ങൾ ഇതിന് മുൻപ് വന്നിട്ടുണ്ടല്ലേ? ബാക്കി എല്ലാവരും ആദ്യമായിട്ട് വരുന്നതാണ്. അപ്പോൾ വന്ന സമയം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു തണുപ്പുള്ള സമയമല്ല. ഇവിടെ പ്രധാനമായിട്ടും തണുപ്പുള്ളത് നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി വരെയാണ്. മാർച്ചൊക്കെ ആകുമ്പോൾ ചെറിയ ചൂടാവും. വൈകിട്ട് ചെറിയ തണുപ്പുണ്ടായിരുന്നില്ല, ഒരു ചെറിയ കാറ്റൊക്കെ ഉണ്ട്, തണുത്ത കാറ്റൊക്കെ ഉണ്ട് അല്ലേ? അത് നമ്മുടെ നാട്ടിൽ വെച്ച് നോക്കുന്ന സമയത്ത് ഇവിടെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ. എവിടെയൊക്കെ പോയി? സീതാർകുണ്ട് വ്യൂ പോയിന്റ് കണ്ടു, പിന്നെ നമ്മുടെ നൈറ്റ് സഫാരി കണ്ടു, പോത്തുണ്ടി ഡാം വരുന്ന വഴിക്ക്. വലിയ മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റിയോ? മാനിനെ കണ്ടു, കാട്ടുപോത്തിനെ കണ്ടു വരുന്ന വഴിക്ക്. ഓക്കെ. അപ്പോൾ കാട്ടുപോത്തിനെ കണ്ടു, കാര്യങ്ങളൊക്കെ കണ്ടു. അങ്ങനെ ഇവിടെ നമുക്ക് ഈ റിസോർട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇവിടെ നെല്ലിയാമ്പതിയിൽ അങ്ങനെ അധികം കാഴ്ചകളില്ല. കാണണമെന്നുണ്ടെങ്കിൽ വലിയ ജീപ്പുകൾ അറേഞ്ച് ചെയ്ത് വേറെ പല പല സ്ഥലങ്ങളിലേക്ക് പോകണം. ഇപ്പോൾ കാരപ്പാറ തൂക്കുപാലം ഉണ്ട്, അത് പോകണമെങ്കിൽ ജീപ്പ് അറേഞ്ച് ചെയ്ത് പോകണം. അതുപോലെ തന്നെ ഒരു വരയാടുകളെയൊക്കെ കാണുന്നൊരു സ്ഥലമുണ്ട്, അതും നമ്മൾ കേശവപ്പാറ എന്ന് എന്താ പറഞ്ഞൊരു സ്ഥലമാണ്. അവിടെ ഒരു ഭ്രമരം സിനിമയൊക്കെ ഷൂട്ട് ചെയ്തുള്ള ഷൂട്ടിംഗ് പോയിന്റ്, അങ്ങനെ അതിനൊക്കെ ജീപ്പുകൾ. ഇപ്പം നമുക്കല്ലാണ്ട് വേറെ നമ്മൾ വന്നിരിക്കുന്ന വാഹനത്തിൽ പോകാൻ പറ്റുന്ന സ്ഥലങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടു. ഓക്കെ. ഇഷ്ടപ്പെട്ട ക്യാമ്പ് ഫയർ ഒക്കെ ഉണ്ടായിരുന്നോ? അതിനൊന്നും കുറവ് വരുത്തിയിട്ടില്ല, ചൂടാണെങ്കിലും. അപ്പോൾ ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു, എല്ലാവരും ഹാപ്പിയാണ്. ഓക്കെ. അപ്പോൾ ഡേവിഡ് സാറ് പറഞ്ഞ പോലെ ഇനിയൊരു അവസരത്തിൽ നമുക്ക് ഒരു നല്ല ക്ലൈമറ്റുള്ള സമയത്ത് ഒരു നല്ല ട്രെയിനിങ് പ്രോഗ്രാം നമുക്ക് ഇവിടെ പ്ലാൻ ചെയ്യണം. നമ്മുടെ ഏറ്റവും മനോഹരമായ അന്ന് ഇവർ വരുന്ന സമയത്ത് നല്ല ക്ലൈമറ്റ് ആയിരുന്നു. എന്തായാലും നമുക്ക് ഞാൻ സൂചിപ്പിച്ച പോലെ 1:30ക്ക് ക്ലോസ് ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു 2:30 ആകുമ്പോൾ കുറച്ച് നേരമൊക്കെ ഇരുന്ന് ടീം ലീഡേഴ്സുമായിട്ട് ഒരുമിച്ച് ഡിസ്കസ് ചെയ്ത് കുറച്ച് പ്രോഗ്രാമൊക്കെ ചാർട്ട് ചെയ്ത് ഒരു 4:30 പിരിഞ്ഞു പോകുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്യുക. ഓക്കെ. നമുക്കറിയാം, ഇന്ന് നമ്മളെല്ലാ വ്യക്തികളും ലൈഫ് സ്റ്റൈൽ ബിസിനസ്സുമായിട്ട് ശക്തമായിട്ട് മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ്. ഇന്ന് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കമ്പനി ഇന്ന് പരിശോധിക്കുന്ന സമയത്ത് നമുക്കറിയാം, കേരളത്തിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് 8 വർഷം പൂർത്തീകരിച്ച് 9ാം വർഷത്തിലേക്ക് പ്രവേശിച്ചു. 2016 ഏപ്രിൽ 4-ാം തീയതിയാണ്, നിങ്ങൾക്ക് എല്ലാ വ്യക്തികൾക്കും അറിയാം, കൊച്ചിയിലുള്ള മരട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ന്യൂക്ലിയസ് ബിൽഡിങ്ങിൽ നമ്മുടെ ഒരു ഓഫീസും തൊട്ടടുത്തൊരു സ്റ്റോറുമായിട്ടാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ 2024 ഏപ്രിൽ 4 സമയത്ത് 8 വർഷം പൂർത്തീകരിച്ച് 9ാം വർഷത്തിലേക്ക് പ്രവേശിച്ചു. അതിലെടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ 8 വർഷം പൂർത്തീകരിച്ച് 9ാം വർഷത്തിലേക്ക് പ്രവേശിച്ച സമയത്ത് ഇന്ന് 100% നമുക്ക് അഭിമാനത്തോടുകൂടി പറയാൻ പറ്റുന്ന കാര്യം, ഒരു സ്റ്റോറിൽ നിന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകൾ പരിശോധിക്കുന്ന സമയത്ത് ഇന്ന് 31ഓളം സ്റ്റോറുകളായിട്ട് മാറി. ജീവിതത്തിലെ വലിയ വലിയ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും കംപ്ലീറ്റ് ചെയ്ത വ്യക്തികളെ സംബന്ധിച്ച് ഇന്ന് ഓരോ ജില്ലകളിലും ഇന്ന് 100 കണക്കിന് വ്യക്തികളായി കഴിഞ്ഞു. ഇപ്പം നമ്മുടെ കോട്ടയം ജില്ലയിലായാലും നിങ്ങൾക്കറിയാം, സ്വപ്നങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് ഒട്ടനവധി വ്യക്തികൾ കംപ്ലീറ്റ് ചെയ്തു. ഇന്ന് എല്ലാ ജില്ലയിലും നമ്മുടെ സ്റ്റോറുണ്ട്, എല്ലാ ഗ്രാമങ്ങളിലും നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. ഡേവി സാറ് സാറായിരുന്നു പോയ കൂടെ? അതെ അല്ലേ? ഇവിടെ ഈ ക്ലിനിക്കിൽ ആളുണ്ടായിരുന്നു? അതെ. അപ്പോൾ ഓപ്ഷൻ്റെ പോയല്ലേ? കുഴപ്പമൊന്നുമില്ല. പ്രഷറല്ല, ഷുഗറാണല്ലോ പോയത്. അതെ അല്ലേ? അപ്പോൾ അവർ എന്താ പറഞ്ഞപ്പോൾ എന്ത് ചെയ്യാനാണ് പറഞ്ഞത്? കഴിക്കാൻ പറഞ്ഞു. വേറെ അവർ പിടിച്ചൊന്നും കൊടുത്തില്ല, വേണമെന്ന് പറഞ്ഞു. വലിയ കുറവുണ്ടാവില്ലായിരിക്കും, ഇച്ചിരി ഭയങ്കര ക്ഷീണം വന്നതായിരിക്കും. അത് ഇപ്പം എന്തെങ്കിലും എവിടെ ഒരു ജ്യൂസ് എന്തെങ്കിലും മേടിച്ചത് ഈ കടയിൽ
ഈ കടയിൽ നല്ല മധുരമുള്ള ചില മറ്റേ സാധനം പാക്കറ്റിൽ കിട്ടുന്ന ജ്യൂസ് അത് ഒരെണ്ണം മേടിച്ച് പൊട്ടിച്ച് കുടിച്ചാൽ മതി. ഈ ഇവരുടെ ഷോപ്പിൽ തന്നെ, സ്റ്റോറിൽ തന്നെ ഏതാണ്ട് ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഏതാണ്ട് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല, സാറിനെ സംബന്ധിച്ച് ചെറിയ പ്രശ്നമുള്ളൂ. അപ്പം നമുക്കിന്ന് എല്ലാ ഗ്രാമങ്ങളിലും നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്, ഇന്ന് ലക്ഷക്കണക്കിന് സംതൃപ്തരായിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ട്. വളരെ ശക്തമായിട്ട് ഇത് ബിസിനസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. നമുക്ക് എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ 8 വർഷം പൂർത്തീകരിച്ച് 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കമ്പനി വളരെയധികം പ്ലാനിങ് പദ്ധതിയിലുമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ കഴിഞ്ഞ 1 മാസങ്ങൾക്ക് മുൻപ് നമ്മുടെ മാനേജിംഗ് ഡയറക്ടറുമായിട്ട് ഒരു 2 ദിവസം ഒരുമിച്ച് ഒരു പ്രോഗ്രാമിൽ ബന്ധപ്പെടാനുള്ള സാധ്യതയുണ്ട്. തമിഴ്നാട്ടിലൊരു 4 ദിവസത്തെ പ്രോഗ്രാമിൽ ഞാനുണ്ടായിരുന്നു, വലിയ കൺവെൻഷൻ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ മധുരയിൽ വെച്ച് നമ്മുടെ MD-യുമായിട്ട് 2 ദിവസം ഒരുമിച്ച് മുഖാമുഖം സംസാരിക്കാനും അദ്ദേഹവുമായിട്ട് സംസാരിക്കാനായിട്ടുള്ളൊരു അവസരം കിട്ടി. സത്യത്തിൽ നമ്മുടെ കമ്പനിയുടെ ദീർഘവീക്ഷണം എന്ന് പറയുന്നത് വലിയ ദീർഘവീക്ഷണത്തോടു കൂടിയാണ് കമ്പനി മുന്നോട്ട് പോകുന്നത്. ലോകത്തിലെ നമ്പർ 1 കോർപ്പറേറ്റ് കമ്പനികൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ നമ്പർ 1 കോർപ്പറേറ്റ് കമ്പനികൾ പ്ലാൻ ചെയ്യുന്നതിനേക്കാൾ വലിയ ദീർഘവീക്ഷണത്തോടുകൂടി 2030 വരെയുള്ള ഒരു കാലഘട്ടത്തിൻ്റെ ദീർഘവീക്ഷണം കമ്പനിയെ സംബന്ധിച്ചുണ്ട്. അതിലെടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, വരാൻ പോകുന്ന ഒരു 5 വർഷത്തേക്കുള്ള പ്ലാനിങ് പദ്ധതി തയ്യാറാക്കിയാണ് കമ്പനി മാനേജ്മെൻറ്റ് മുന്നോട്ട് പോകുന്നത്. ഓരോ വർഷങ്ങളിലും ഓരോ ഘട്ടമായിട്ട് ഇറക്കേണ്ട പ്രോഡക്റ്റുകൾ, പുതിയ സ്റ്റോറുകൾ പ്ലാൻ ചെയ്യേണ്ടത്, ഇതെല്ലാം കമ്പനി സർവീസ് മെച്ചപ്പെടുത്തേണ്ടത്, എല്ലാത്തിൻ്റെയും കൃത്യമായിട്ടുള്ള പ്ലാനിംഗ് ഉണ്ട്. നമുക്കറിയാം 2013 ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 10 ഉൽപ്പന്നങ്ങളായിരുന്നു. ഇപ്പം നമുക്ക് 100-ൽ കൂടുതൽ പ്രോഡക്റ്റുകളായി. ഈ 2030 മുൻപായിട്ട് ഈ 5 വർഷം കൊണ്ട് കമ്പനി പ്ലാൻ ചെയ്യുന്നത് 250ഓളം പ്രോഡക്റ്റുകളിലേക്ക് എത്തിക്കുക. നമ്മുടെ നിത്യജീവിതത്തിന് ആവശ്യമായ എല്ലാ പ്രോഡക്റ്റുകളും, ധാരാളം ന്യൂട്രീഷൻ ഫുഡ് സപ്ലിമെൻറ്റുകൾ, വെൽനസ് പ്രോഡക്റ്റുകൾ ഇനിയും വരാനുണ്ട്. അതെല്ലാം തന്നെ പ്ലാൻ ചെയ്യുന്നു. ഒരു അരമണിക്കൂർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിലൊട്ടാകെ ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനാവശ്യമായ PUCയോ പിക്കപ്പ് സെൻ്ററുകളോ സ്റ്റോറുകളോ കമ്പനി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പല സ്ഥലങ്ങളിലും നമുക്കറിയാം. ഇപ്പോൾ എറണാകുളം ജില്ലയിൽ 4 ഉണ്ട്, ഇപ്പോൾ കോട്ടയം ഡിസ്ട്രിക്റ്റിൽ തന്നെ 2 ഉണ്ട്. പല വ്യക്തികളെ സംബന്ധിച്ച് അരമണിക്കൂറോ 3/4 മണിക്കൂറോ യാത്ര ചെയ്താൽ മേടിക്കാൻ പറ്റും. അത് കേരളത്തിലും അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലത്തല്ല, ഓൾ ഓവർ ഇന്ത്യയിൽ കമ്പനി പ്ലാൻ ചെയ്യുന്നത് ഒരു 5 വർഷം കൊണ്ട് ഒരു 30 മിനിറ്റ് യാത്ര ചെയ്ത പ്രോഡക്റ്റ് മേടിക്കാവുന്ന സ്റ്റോറുകൾ, നമ്മുടെ നിത്യജീവിതത്തിൽ ആവശ്യമായുള്ള ഉൽപ്പന്നങ്ങൾ, സർവീസ് മെച്ചപ്പെടുത്തുന്നു. വലിയ ദീർഘവീക്ഷണത്തോടു കൂടിയാണ് കമ്പനിയുടെ മാനേജ്മെൻറ്റ് കമ്പനി പ്ലാൻ ചെയ്യുന്നത്. കാരണം ഈ ബിസിനസ് 1 വർഷത്തേക്കോ 2 വർഷത്തേക്കോ 3 വർഷത്തേക്കോ പ്ലാൻ ചെയ്യുന്ന ബിസിനസ്സല്ല. നമുക്കറിയാം, നമുക്ക് 100% ബോധ്യമുണ്ട്, തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യാൻ പറ്റുന്ന ബിസിനസ് അവസരമാണ്. കാരണം നമ്മൾ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്ന ഉൽപ്പന്നങ്ങൾ മനുഷ്യനുള്ളിടത്തോളം കാലം, ലോകമുള്ളിടത്തോളം കാലം ആവശ്യമുള്ള പ്രോഡക്റ്റുകളാണ് നമ്മൾ വിറ്റഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് തലമുറകളിൽ നിന്ന് കൈമാറ്റം ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് അവസരം. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ ഇന്നലെ എന്നെ ഈ ബിസിനസ്സിൽ സ്പോൺസർ ചെയ്ത വ്യക്തി ഇന്ന് ജീവിച്ചിരിക്കുന്നില്ല. അദ്ദേഹം 4 വർഷം മുമ്പ് മരണപ്പെട്ടു പോയി. അപ്പം അദ്ദേഹം 20-ാം തീയതി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ 4ാം ചരമവാർഷികം. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ ഒരു ഓർഫണേജിൽ ഞങ്ങളെല്ലാവരും അവിടെ അവരുടെ ഫാമിലിയും ഒക്കെ ആയിട്ട് ഒരുമിച്ച് കൂടി. അതായത് തൃശ്ശൂർ പീച്ച് ഡാമിനടുത്ത് ആകാശപ്പറവുകൾ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. മദർ തെരേസ ആദ്യമായിട്ട് കേരളത്തിൽ വന്ന സമയത്ത് ഉദ്ഘാടനം ചെയ്തതാണ് ആകാശപ്പറവുകൾ. അവിടെ ഒരു 350ഓളം അന്തേവാസികളുണ്ട്. അവിടെയായിരുന്നു അതിൻ്റെ ഉച്ചയ്ക്കുള്ള ഭക്ഷണമൊക്കെ ആയിട്ട് അവിടെ കൂടിയത്. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം എന്ന് പറയുന്നത്, ഒരു ബിസിനസ് പരിചയമില്ലാത്ത അദ്ദേഹത്തിൻ്റെ ഫാമിലി, അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ പേരിലേക്ക്, ഗീത അശോകൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പേരിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത ID. അദ്ദേഹം മരണപ്പെടുന്ന സമയത്ത് 4 വർഷം മുൻപ് ഉണ്ടായിരുന്നതിനേക്കാൾ ഒരു 30 മുതൽ 40% വരുമാനം വർദ്ധിച്ചിരിക്കുകയാണ്. അതാണ് നമുക്ക് ഈ ബിസിനസ് അവസരത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് തലമുറകളിൽ നിന്ന് കൈമാറ്റം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കമ്പനി മാനേജ്മെൻറ്റ് പ്രാപ്തരാണ്. അത്രയും ദീർഘവീക്ഷണത്തോടു കൂടിയാണ് കമ്പനി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം, ഈ ബിസിനസ്സിന് ആവശ്യമായുള്ള കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ടീമിനെ പരിശോധിക്കുന്ന സമയത്ത് ഈ ടീമിൻ്റെ ഏറ്റവും അത്യാവശ്യമുള്ളത് നമ്മുടെ മാൻ പവർ കൂട്ടാനും ടീമിൻ്റെ വലിപ്പം കൂട്ടാനും നമുക്ക് സാധിക്കും. ആ ഒരു കാര്യത്തിൽ, റിക്രൂട്ട്മെൻറ്റിൻ്റെ കാര്യത്തിൽ കുറച്ച് പുറകിലാണ്. ഒന്ന് കൈയടിച്ചേ. ഇത് പറ്റി നൈറ്റ് സഫാരിയൊക്കെ പോയിട്ട് രാവിലെയൊക്കെ പോയിട്ട് ക്ഷീണത്തിലാണോ? 1:30 ആകുമ്പോൾ നിർത്തുകൊണ്ടാ. ധൈര്യമായിട്ടിരുന്നോ? അപ്പോൾ സമയത്തിനായി 12 1 മണിക്കൂറുള്ളൂ. 1:30 ആവാൻ 5 മിനിറ്റ് മുമ്പ് നിർത്തും. 1:30ക്കാണ് ഭക്ഷണം പറഞ്ഞേക്കണം. അപ്പോൾ നിങ്ങൾ താഴെ ചെന്ന് ബാത്റൂമിലൊക്കെ പോയി 1:30 ആവുന്ന സമയത്ത് കഴിക്കാവുന്ന രീതിയിൽ പ്ലാൻ ചെയ്തു. ഉറങ്ങരുത്, ശ്രദ്ധിച്ചിരിക്കണം. ഒരു ക്ഷീണമുണ്ട്. എനിക്ക് തോന്നണം മിനിയാന്ന് മറ്റേ ബസ്സിന് വന്ന സമയത്ത് അല്ലേ, അവിടെ നിന്ന് വന്ന് ഇച്ചിരി നേരത്തെയൊക്കെ 4 മണിക്കൊക്കെ പോകുന്നല്ലോ. 4 മണിക്ക് പോന്നാൽ തന്നെ അന്നത്തെ ദിവസത്തെ ഉറക്കം കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരിക്കും.
ഇപ്പം 4 മണിക്ക് ഇങ്ങനെ പാല ബസ് സ്റ്റാൻഡിലോ അല്ലെങ്കിൽ ഈ പറയുന്ന പൊൻകുന്നത്തോ എവിടെയോ വന്ന് നിൽക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മുന്നോടിയായിട്ട് നമ്മൾ ഒന്ന് തയ്യാറെടുക്കുമല്ലോ. അപ്പോൾ 1 മണി തൊട്ട് തയ്യാറെടുപ്പ് ഉണ്ടായിട്ടുണ്ടായിരിക്കും രാത്രി. അപ്പോൾ അതിൻ്റെ ഉറക്കമൊക്കെ പോയി യാത്ര വന്നു പിന്നരെ കിടപ്പളും ഒരു സ്ഥലം മാറി കിടക്കല്ലേ. ഒറ്റ മണിക്കൂർ കൊണ്ട് കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ചെയ്യാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ബിസിനസ്സിൽ ടീമുണ്ടായി. അതായത് ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ്സിൻ്റെ ശക്തി പവർ എന്ന് പറയുന്നത് മാൻ പവർ ഡ്യൂപ്ലിക്കേഷനാണ്. മനുഷ്യ പ്രയത്നങ്ങളുടെ ഗുണിതങ്ങളാണ് ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ്സിൻ്റെ പവർ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ നമ്മുടെ ടീമിനെ സംബന്ധിച്ച് ടീം ബിൽഡ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഇപ്പം ഈ ജനറേഷനിൽ നിന്ന് ജനറേഷനിലേക്ക് കൈമാറ്റം ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ടീമുണ്ടായിരിക്കും. മനസ്സിലായ? ആ ടീമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന അതിൻ്റെ ഈ പറയുന്ന കമ്പനിയുടെ യഥാർത്ഥ ഡയറക്റ്റ് സെല്ലിങ്ങിൻ്റെ ബ്യൂട്ടി എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ട കാര്യം, പല വ്യക്തികളും ഈ റിക്രൂട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ടീം ബിൽഡിങ്ങിൻ്റെ കാര്യം പറയുന്ന സമയത്ത് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാര്യം, എനിക്ക് ആരെയും പരിചയമില്ല, ഞാൻ പറഞ്ഞിട്ട് ആരും കേൾക്കുന്നില്ല, ഞാൻ പറഞ്ഞിട്ട് ആരും അനുസരിക്കുന്നില്ല, ഞാൻ പറഞ്ഞിട്ട് തയ്യാറാകുന്നില്ല. ഇങ്ങനെ പല വാക്കുകൾ പറയുന്നുണ്ടായിരിക്കും ഡേവി സാറിനോടൊക്കെ. ശരിയല്ല, എനിക്ക് ആരെയും കാണാനില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് ആവശ്യമായുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പുറത്തുണ്ട്. പണം ആവശ്യക്കാരും അത്യാവശ്യക്കാരുമായുള്ള വ്യക്തികൾ പുറത്തുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ട കാര്യം, എക്സ്ട്രാ ഇൻകം ആഗ്രഹിക്കുന്ന വ്യക്തികൾ, ഫുൾ ടൈം ഇൻകം ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഈ പുറത്തേക്കടെ നടക്കേണ്ടത്. 2,10,000 രൂപ ആഴ്ചയിൽ ഇൻകം കിട്ടാൻ സാധ്യത, വീക്കിലി വരുമാനം കിട്ടാൻ സാധ്യതയുള്ളൊരു ബിസിനസ് അവസരം. സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ധാരാളം വ്യക്തികൾ ഇന്ന് വാങ്ങിക്കൊണ്ടിരിക്കുന്നു, തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. ഈ 2 അങ്ങോട്ട് വെട്ടിക്കളയും. ബാക്കി എത്രയുണ്ട്? 10,000 ഉണ്ട്. ഒരു വീക്കിൽ 10,000 ഇൻകം കിട്ടും എന്ന് അദ്ദേഹത്തിന് ഉറപ്പും ബോധ്യവും ഉണ്ടെങ്കിൽ മാസം എത്രയായി? 40,000 രൂപ. ഈ 40,000 രൂപ ഇൻകം മന്ത്ലി കിട്ടുമെന്ന് ഉറച്ച ബോധ്യം ഉണ്ടെങ്കിൽ ആ വ്യക്തി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യില്ലേ? സ്റ്റാർട്ട് ചെയ്യും. അതായത് നമ്മൾ പറഞ്ഞിട്ട് കേൾക്കാത്തതോ അനുസരിക്കാത്തതോ അംഗീകരിക്കാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടില്ല. ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. ക്ലിയർ ആയോ? അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഇൻകം ആഗ്രഹിക്കുന്ന വ്യക്തി, ഒരു സാധാരണ ഒരു ഫുൾ ടൈം ഇൻകം ആഗ്രഹിക്കുന്ന ഒരു വീട്ടമ്മേനെ സംബന്ധിച്ച് 40,000 മന്ത്ലി ഇൻകം കിട്ടുമെന്ന് സാധ്യതയുണ്ടെന്ന് അദ്ദേഹത്തിന് വിശ്വസിക്കുകയും അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയും ചെയ്ത ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. ആ ബോധ്യപ്പെടുത്തുന്ന കാര്യത്തിൽ നമുക്ക് പറ്റുന്ന ചില പിഴവുകളോ പരാജയങ്ങളോ ആണ് ഓൾറെഡി നമ്മുടെ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ക്ലിയറായി? ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത്, കാരണം ഈ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് ഈ പുറത്തേക്കടം നടക്കുന്നുണ്ട്. നിങ്ങൾ 2,10,000 രൂപ വീക്കിൽ ഇൻകം മേടിക്കാൻ പ്രാപ്തരാക്കുന്ന വ്യക്തികൾ ഇപ്പോഴും നിങ്ങളുടെ കൂടെ ഈ ബിസിനസ്സിൽ അസോസിയേറ്റ് ചെയ്തിട്ടില്ല. ചിലപ്പോൾ അത് 2024 സെപ്റ്റംബർ 10 ആയിരിക്കും വരിക, ചിലപ്പോൾ വേണമെങ്കിൽ ഓഗസ്റ്റ് 14 ആയിരിക്കും വരുന്നത്, ചിലപ്പോൾ അത് ഡിസംബർ മാസം 10 ആയിരിക്കും വരിക. ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്ന കാര്യം, ഈ ഇരിക്കുന്ന ഗ്രൂപ്പിൽ ആ വ്യക്തികൾ വന്നിട്ട് അവരെവിടെ നിൽക്കണേ? അവരിവിടെ പുറത്തേക്കടെ കോട്ടയം ജില്ലയിലോ അല്ലെങ്കിൽ പത്തനംതിട്ട ജില്ലയിലോ ആലപ്പുഴയിലോ എറണാകുളത്തോ അല്ലെങ്കിൽ തൃശ്ശൂർ എവിടെയെങ്കിലും ഈ പരിസരത്തേക്ക് അവരുണ്ട്. കാരണം ഞാനും ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഈ ബിസിനസ്സിലേക്ക് നമ്മളെ പ്രാപ്തരാക്കുന്ന വ്യക്തികൾ ഞാൻ ആദ്യം സ്പോൺസർ ചെയ്ത വ്യക്തികളൊന്നും ആയിരുന്നില്ല. ഞാൻ കാണാത്ത പല വ്യക്തികളും അതിനുശേഷം മഹാരാഷ്ട്രയിലും ഗുജറാത്തിലേക്ക് വന്നത്, ജീവിതത്തിൽ കാണാത്ത നമ്മളെ പ്രാപ്തരാക്കുന്ന വ്യക്തികൾ. അത്തരത്തെ വ്യക്തികൾ ഓൾറെഡി പുറത്ത് നമ്മുടെ ഉണ്ട്. നമുക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമുക്ക് റിക്രൂട്ട്മെന്റ് വേണം എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഒരു കൃത്യമായിട്ട് അത് ഉണ്ടെങ്കിലാണ് നമുക്ക് ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുള്ളൂ. ശരിയാണല്ലേ? നമുക്ക് റിക്രൂട്ട്മെന്റ് വരത്തണം. എന്ത് ചെയ്യണം നോക്കാം. അതിന് ചെയ്യാനുള്ളൊരു മാർഗം എന്ന് പറയുന്നത്, പല വ്യക്തികളും ചെയ്ത് വിജയിപ്പിച്ചൊരു കാര്യമാണ്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ടീമിലെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ ഒരു പുതിയ ലിസ്റ്റ് നമുക്ക് തയ്യാറാക്കണം. നിങ്ങളും തയ്യാറാക്കണം, ലിസ്റ്റും തയ്യാറാക്കണം. ഈ ലിസ്റ്റ് തയ്യാറാക്കി മടി കൂടാണ്ട് അവരെ കാണാനും അവരെ സംസാരിക്കാനും അവരോട് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനും സാധിച്ചാൽ ഘട്ടം ഘട്ടമായിട്ട് നമ്മുടെ റിക്രൂട്ട്മെന്റ് വർദ്ധിക്കും. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമുക്കിപ്പോൾ കമ്പനിയുടെ വീക്കിലി മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ 2020 മാർച്ച് വരെ കമ്പനി മീറ്റിങ്ങുകൾ ഉണ്ടായിരുന്നു. 2020 മാർച്ച് വരെ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും ചില ജില്ലകളിൽ 2, അങ്ങനെ 20 മീറ്റിംഗ് നടന്നിരുന്നു, കമ്പനി നടന്നിരുന്നു. അത് 2020 ഏപ്രിലായപ്പോൾ സ്റ്റോപ്പായി പോയി. അതിൻ്റെ കാരണം നിങ്ങൾക്കറിയാം എന്താണെന്നുള്ളത്. കാരണം കോവിഡ് വന്നു, അതിൻ്റെ പ്രതിസന്ധി മൂലം നമ്മൾ ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന കാര്യം ഗവൺമെൻറ് സ്റ്റോപ്പ് ചെയ്തപ്പോൾ ഓൾറെഡി സ്റ്റോപ്പായി പോയി. അത് കഴിഞ്ഞ് 4 വർഷങ്ങൾക്ക് ശേഷം 2024 മാർച്ചിലാണ് വീണ്ടും കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പം അത് 20 ഇല്ലെങ്കിൽ 14 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ജില്ലകളിലും ആ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ മീറ്റിങ്ങിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ മീറ്റിംഗ് നമുക്ക് നന്നായിട്ട് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും.
ഈ മീറ്റിംഗ് നന്നായിട്ട് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റിക്രൂട്ട്മെന്റ് നമുക്ക് വർദ്ധിപ്പിക്കാം. ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടേതായ വാക്കുകളോ നിങ്ങളുടെ ചില അപ്ലൈഡ് വ്യക്തികളുടെയൊക്കെ വാക്കുകളാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ മീറ്റിംഗ് സെന്ററുകളിൽ നമ്മൾ പുതിയ വ്യക്തികളെ പങ്കെടുപ്പിക്കുന്ന സമയത്ത് ഈ പറയുന്ന രീതിയിൽ തെറ്റായിട്ടുള്ള ധാരണയോ തെറ്റായിട്ടുള്ള അനുഭവങ്ങൾ അവർക്കോ അവരുടെ അമ്മാവനോ അവരുടെ സഹോദരങ്ങൾക്കോ ബന്ധുക്കൾക്കോ വേണ്ടപ്പെട്ട വ്യക്തികൾക്കോ അയൽവാസികൾക്കൊക്കെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും. ഇത് മനസ്സിൽ വെച്ചിട്ടാണ് ഇവരെ സംബന്ധിച്ച് ഈ ബിസിനസ് കേൾക്കുന്ന സമയത്ത് അവർ ഉൾക്കൊള്ളാത്തത്. ആ മെന്റൽ ലോക്കും മെന്റൽ ബ്ലോക്കും പൊട്ടിക്കാൻ കമ്പനി മീറ്റിംഗ് ഇന്ന് വലിയ രീതിയിൽ ഉപകാരപ്പെട്ടു. അത് നന്നായിട്ട് നമുക്ക് നിങ്ങളുടേതായ ടീമുള്ള സ്ഥലങ്ങളിലെ മീറ്റിംഗ് എവരി വീക്ക് നമുക്ക് ഉപയോഗപ്പെടുത്തണം. ഇവിടെ ഇരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ഏകദേശം കോട്ടയം ജില്ലയിലെ സീസർ പാലസ് ഹോട്ടലിലെ മീറ്റിംഗ് ആണ് നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് അല്ലേ? എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് സീസർ പാലസിലുള്ള മീറ്റിംഗ് ആണ്. അത് നമുക്ക് നന്നായിട്ട് ഉപയോഗപ്പെടുത്തണം. കാരണം എന്താണെന്നറിയും, ഈ രീതിയിലാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ, കാരണം ഇവിടെ ഇരിക്കുന്ന എനിക്ക് തോന്നുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ദേവി സാറോ അല്ലെങ്കിൽ ഈ അരുൺകുമാർ സാറല്ലാണ്ട് വേറൊരു വ്യക്തി പോലും 2020 മാർച്ച് വരെ നടന്ന കമ്പനി മീറ്റിംഗിൽ പങ്കെടുത്തിട്ടുണ്ടായിരിക്കില്ല. ഉണ്ടോ? അങ്ങനെ ഒരു സംഭവം കണ്ടിട്ടുണ്ടോ? കാരണം നിങ്ങളെല്ലാവരും തന്നെ കോവിഡ് കാലഘട്ടത്തിൽ ഈ ബിസിനസ്സിൽ അസോസിയേറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം ശരിയല്ലേ? ഈ 4 വർഷം മുമ്പുള്ള ഇങ്ങനെ ഒരു ചരിത്രം പറഞ്ഞ് നിങ്ങൾക്കറിയില്ല. ഇവരെല്ലാം ബിസിനസ് ഡെവലപ്പ് ചെയ്ത് സത്യത്തിൽ ഈ പറയുന്ന രീതിയിൽ അന്ന് ആർക്കാഡിയ ഹോട്ടലിലായിരുന്നു. കോട്ടയം ആർക്കാഡിയ ഹോട്ടലിലും പത്തനംതിട്ടയിലും ആലപ്പുഴയിലും എറണാകുളത്തൊക്കെ ഈ 3-4 മീറ്റിങ്ങുകൾ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തിയതിന്റെ ഭാഗമായിട്ട് ഇവരുടെ ടീമൊക്കെ ആ കാലഘട്ടത്തിൽ അടിച്ചു കയറുക. ഒരു കൈ കൊടുത്ത സാറേ, ഭയങ്കര ക്ഷീണമുണ്ട്, ഒന്ന് അടിച്ചു തന്നെ. അപ്പൊ ക്ഷീണം അവർ പോകും. എടിച്ചു നിന്ന് കൈ അനിമാഷക്കാരനാ ക്ഷീണം മാറ്റാൻ വേണ്ടല്ലോ. ഓക്കെ ഇരുന്നു. ആ നമ്മുടെ രാവിലെ പ്രോഡക്റ്റ് കഴിച്ചില്ലേ? കഴിച്ചു. സ്പൈലിന് കഴിച്ചാ? സ്പൈലിന് എല്ലാ ദിവസവും കഴിക്കട്ടോ ഒരെണ്ണം. ഇതിൽ പ്രോഗ്രാമൊക്കെ ഇനി ഉച്ചയ്ക്ക് പറഞ്ഞ് കഴിക്കണം. ഒരു 3 കഴിക്കാം പ്രോഗ്രാം ഉള്ള ദിവസം. അല്ലെങ്കിൽ രാവിലെ പോയിട്ട് കഴിച്ചാൽ മതി, ക്ഷീണമൊക്കെ മാറാൻ വേണ്ടി. ഓക്കെ, ഇങ്ങനെയായിരുന്നു ഒരു ടീം ഡെവലപ്പ് ചെയ്തത്. നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാ ആഴ്ചയിലും നടക്കുന്ന സീസർ പാലസ് മീറ്റിംഗ് നമ്മളൊരു 3 മാസത്തേക്ക്, ഒരു 12 ആഴ്ചത്തേക്ക് നിങ്ങളൊന്ന് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യും. ചെയ്യേണ്ട കാര്യം, നമ്മുടെ ഉത്തരവാദിത്വത്തിൽ, എൻ്റെ ഉത്തരവാദിത്വത്തിൽ ഒരു വ്യക്തിയെ, പുതിയ വ്യക്തിയെ ഞാൻ അവിടെ പങ്കെടുപ്പിച്ചിരിക്കും. ആ വ്യക്തി പലരും ചെയ്യുന്ന കാര്യം 10 പേര്, 5 പേര്, 20 പേർക്കൊക്കെ ഫോക്കസ് ചെയ്യും. വേറെ ഒന്നും വേണ്ട, ഒറ്റ വ്യക്തിയെ. നിങ്ങൾ ഈ പ്രായം വരെ ഈ സമൂഹത്തിൽ ജീവിച്ച സമയത്ത് എൻ്റെ ഉത്തരവാദിത്തത്തിൽ ഞാൻ കയ്യെ പിടിച്ച് ഒരാളെ നിർബന്ധമായിട്ട് ഇവിടെ പങ്കെടുപ്പിച്ചിരിക്കും സീസർ പാലസിൽ. അങ്ങനെ 12 ആഴ്ച ശ്രമിച്ചു കഴിഞ്ഞാൽ എത്ര പുതിയ വ്യക്തികളെ പങ്കെടുപ്പിക്കാം? 12 വ്യക്തികളെ. നിങ്ങൾ 10 പേരോടോ 15 പേരോടോ 25 പേരോടോ എത്ര വ്യക്തികളോട് വേണമെങ്കിലും നമ്മൾ പറയും, വരാൻ പറഞ്ഞു. പക്ഷേ അവർ വരാണ്ടിരിക്കുകയോ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ചിലപ്പോൾ നിങ്ങൾ 10 പേരോട് പറഞ്ഞാൽ ആരെങ്കിലും ഒരാൾ വന്നേക്കാം. പക്ഷേ ഒരു വ്യക്തിയെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഉത്തരവാദിത്വത്തിൽ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ആ പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കുക. നിങ്ങളൊരു 3 മാസം, ഒരു 12 ആഴ്ച പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ഉത്തരവാദിത്തത്തിൽ 12 വ്യക്തികളെ പങ്കെടുപ്പിക്കുക. ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതിൽ 8-10 വ്യക്തികൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ കാരണം എന്താണെന്നറിയും? ഇപ്പം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പാരാ മീറ്റിംഗ് അല്ലെങ്കിൽ ചില പോക്കറ്റ് മീറ്റിങ്ങുകളാണ്. അവിടെ വരുന്ന സമയത്ത് ധാരാളം വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ കാണാനും അവരുടേതായ കാറ്റഗറിയിലുള്ള വ്യക്തികളുടെ എക്സ്പീരിയൻസ് കേൾക്കാനും ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച കാര്യങ്ങൾ കേൾക്കാനൊക്കെ അവർക്ക് ബോധ്യം വരും. പെട്ടെന്ന് അവരെ സംബന്ധിച്ചത് നമ്മൾ വിചാരിക്കുന്നത് ഈ ഒരു വ്യക്തിയുടെ സംസാരമാണോ ആ വ്യക്തിയെ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പ്രചോദിപ്പിച്ചത്, അല്ലെങ്കിൽ അവർ ഉൾക്കൊള്ളിപ്പിച്ചത്, ഒരു തിരിച്ചറിവ് കിട്ടിയെന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹം ഒന്നും പറഞ്ഞില്ലല്ലോ. പക്ഷേ 1000കണക്കിന് വ്യക്തികൾ നമ്മുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് നമ്മൾ കാണുന്ന കാര്യം, നമ്മൾ ചിലപ്പോൾ ചില വ്യക്തികളുടെ സ്പീച്ചായിരിക്കും അവരെ മോട്ടിവേറ്റ് ചെയ്യുക, അവരെ ആകർഷിക്കുക എന്ന് വിചാരിക്കും. അതായിരിക്കില്ല. ഏതൊരു പാവം 2 വാക്ക് പറഞ്ഞു, അതാണ് ആരെ പ്രചോദിപ്പിച്ച് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ കാരണമായി എന്ന് പറയും, ഈ പറയുന്ന വ്യക്തിയെ. അതുകൊണ്ട് അത്തരത്തിലുള്ള വേദി കിട്ടണമെങ്കിൽ എവിടെ വരണം? കമ്പനി മീറ്റിംഗ് വരുന്ന സമയത്ത് വിവിധ ടീമുകളും വിവിധ വ്യക്തികളും ഒരുമിച്ച് കാണാനായിട്ട് സാധിക്കും. അതൊരു സദ്യ വിളമ്പുന്ന പോലെയാണ്. അപ്പം ചിലപ്പോൾ നമ്മൾ കാണുന്ന പ്രാധാന്യം കാണാത്തൊരു കാര്യമായിരിക്കും ഒരു വ്യക്തിയുടെ ടേസ്റ്റ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഈ കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് ഒരു മാരേജിന് പോയി. ഒരു മോഹനൻ എന്ന് പറയുന്നൊരു എൻ്റെ അടുത്തുള്ളൊരു അയൽവാസിയാണ്. അദ്ദേഹത്തിൻ്റെ തൃശ്ശൂർ വൃന്ദാവൻ എന്ന് പറയുന്നൊരു ഓഡിറ്റോറിയത്തിൽ വളരെ വമ്പൻ കല്യാണമാണ്. ഒരു 10-25 ടൈപ്പ് കറികളുണ്ട്, ഒരു 3-4 ടൈപ്പ് പായസമുണ്ട്. തൃശ്ശൂരൊക്കെ അറിയപ്പെടുന്ന ഈ വെജിറ്റേറിയൻ സദ്യ ഒരുക്കുന്ന, നിങ്ങൾ അങ്ങോട്ട് നോക്കിയിരിക്കണ്ട, കുഴപ്പക്കാരനല്ല ആള്, ആളിലേക്ക് നടക്കുന്നുണ്ട്. പോട്ടെ.
കേട്ടോ. ആൾ ഈ റിക്രൂട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് പഠിക്കുകയാണ് പുള്ളി കേട്ടോ. ആള് ചിലപ്പോൾ ആളെ പങ്കെടുപ്പിക്കുക അവിടെ, മനസ്സിലായ? ഓട് പൊടിച്ച് പുള്ളി വരെ ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കുകയാണ്. നമുക്കാണ് ശ്രദ്ധ വേണ്ടത്, മനസ്സിലായ? കാര്യങ്ങളല്ല ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി. അപ്പൊ ആ ഇത് പോയ സമയത്ത് ഉള്ള കാര്യങ്ങൾ പറഞ്ഞാൽ അത് തൃശ്ശൂർ ഒരു അമ്പിസ്വാമി എന്ന് പറഞ്ഞ ഈ വെജിറ്റേറിയൻ സദ്യ, ഇപ്പം നിങ്ങൾ പഴയട മോഹൻ നമ്പൂതിരി എന്നൊക്കെ പറയില്ലേ, അതുപോലെ അമ്പിസ്വാമി എന്ന് പറയുന്നൊരു ഈ മേഖലയിൽ അദ്ദേഹത്തിന്റെ അത്ര ഇല്ലെങ്കിൽ തന്നെ ഒരു അറിയപ്പെടുന്ന നല്ല രസകരമായിട്ടുള്ള സദ്യ. അപ്പൊ എൻ്റെ അടുത്തിരിക്കുന്ന ഒരു വ്യക്തിനെ സംബന്ധിച്ച് പുള്ളി ധാരാളം കറികൾ, ഇതെല്ലാം നല്ല നല്ല ടേസ്റ്റും ഉണ്ട്. ഈ പുള്ളി മേടിച്ചുകൊണ്ടിരിക്കുന്ന സാധനം കുറച്ചിട്ടോ ഒന്ന് ഇടയ്ക്ക് ഈ പുള്ളിക്കാരൻ ഈ വഴി പോകുമ്പോൾ എപ്പോഴും ഇടിക്കുന്നുണ്ട്. ഈ ഞങ്ങളിവിടെ പറയും പുളിയിഞ്ചി അല്ലെങ്കിൽ ഇഞ്ചിപ്പുളി എന്ന് പറയും. അവിടെ എന്തെന്ന് പറഞ്ഞ കോട്ടയത്ത് ഇഞ്ചിക്കറി പുളി ഇഞ്ചി എന്ന് പറയില്ലേ, ഇഞ്ചിപ്പുളി ഇഞ്ചി എന്നല്ലേ. ഞാൻ നോക്കിയ സമയത്ത് നല്ല ടേസ്റ്റും ഉണ്ട് അതിന് കേട്ടോ. അതൊരു യാഥാർത്ഥ്യമാണ്. പുള്ളി ഇടയ്ക്കിടയ്ക്ക് പുള്ളി എന്താണ് ഇത് മേടിക്കുന്നുണ്ട്, ഇതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്റെ തൊട്ടടുത്തിരിക്കുന്ന വ്യക്തി ആ ഇഞ്ചിക്കറിയിൽ കൈവശം കൊടുക്കാന്ന് പറയുന്ന പോലെ. അപ്പൊ ഞാൻ കണ്ടൊരു കാര്യം എന്താണെന്നറിയാം, എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം, ഇത്രയും കറികൾ ഉണ്ടാകുന്ന സമയത്ത് ഓരോ വ്യക്തികളുടെ ടേസ്റ്റും വ്യത്യാസമാണ്. ഇതുപോലൊരു നോൺ വെജിറ്റേറിയൻ ഇതിന് പോയി ഞാൻ ഈ നെടുമ്പാശ്ശേരിക്ക് അടുത്ത് സിയാൻ എന്ന് പറയുന്ന ഓഡിറ്റോറിയം ഉണ്ട്. അതായത് നെടുമ്പാശ്ശേരിയിൽ തന്നെ എയർപോർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു സിയാൻ ഓഡിറ്റോറിയം, വലിയൊരു ഓഡിറ്റോറിയമാണ്. അപ്പോൾ എൻ്റെ ഒരു ബന്ധുവിനെ വിവാഹം കഴിച്ചു കൊടുക്കുന്ന അവരുടെ ഫംഗ്ഷനാണ്. അവിടെയാണ് പോയി, അവരുടെ വീട്ടിലാണ് നടക്കുന്നത്. അത് ഈ വേളാങ്കണ്ണി ഫിഷറീസ് എന്ന് പറയുന്നിട്ട് ആലുവയിൽ ഒരു വലിയൊരു ഗ്രൂപ്പുണ്ട്. നാഗപട്ടണത്തിൽ നിന്ന് അവർ ഓരോ ദിവസവും ഒരു 50 ലോഡെങ്കിലും മീൻ വരുന്നുണ്ട് ഇവിടെ അവരുടെ. അത് ഒരു 10-60 വർഷമായിട്ടുള്ള ഗ്രൂപ്പാണ്. അവർ വരുന്ന ആ വീട്ടിലേക്കാണ് കഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ കഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഈ സിയാലിൽ നടക്കുന്ന സമയത്ത് നോൺ വെജിൻ്റെ ഒരു അഭിഷേകമാണ്. ഇപ്പം ഇവർക്കൊക്കെ അറിയാം, അത് നടത്തുന്നതാണെങ്കിൽ ഈ കുന്നുംകുളത്തുള്ള ഉസ്മാനിക്ക എന്ന് പറയുന്ന കാറ്ററിംഗ് സർവീസ്, അയാളാണെങ്കിൽ അറിയപ്പെടുന്നതാണ്. കോട്ടയത്തേക്ക് നമ്പർ 1 വമ്പൻ കല്യാണങ്ങൾ നടത്തുന്ന ആളാണ്. ഇവർ ഫിഷറീസിൻ്റെ ആൾക്കാരായതുകൊണ്ട് പൊടിമീൻ തൊട്ട് വിവിധ മീനുകളുടെ ഒരു 10-20 വെറൈറ്റി ഉണ്ട്. ഇവർ മീൻകാരായതുകൊണ്ട് തന്നെ, കാരണം അവർക്ക് അതിന് ക്ഷാമമില്ലാത്തതുകൊണ്ട് ഉണ്ട്. അതുപോലെ തന്നെ വിവിധ ചിക്കനും പരിപാടികളുണ്ട്. ഇതുപോലൊരു അനുഭവം ഞാൻ കണ്ട കാര്യത്തിലൊരു കാര്യം, ഇത്രയും സാധനങ്ങൾ നിരന്നിരിക്കുന്നു, കാര്യങ്ങൾ കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ഒരു പുള്ളിക്കാരൻ ചെമ്മീൻ ചമ്മന്തിപ്പൊടി ഇല്ലേ, ആർച്ചോടുകൂടി കഴിച്ചുകൊണ്ടിരിക്കുക. മനസ്സിലായി? ചെമ്മീൻ ചമ്മന്തിയുടെ പൊടി നല്ല ടേസ്റ്റ് ഉണ്ട്. ചെമ്മീൻ ചമ്മന്തി പൊടിച്ചത് ഈ പറഞ്ഞ പോലെ കുറച്ചിട്ടു എന്ന് പറഞ്ഞ് പുള്ളി കഴിക്കുന്നുണ്ട്. അപ്പം നമ്മളെ ചിന്തിപ്പിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന കാര്യങ്ങൾ ഓരോ വ്യക്തികളുടെ ടേസ്റ്റും വ്യത്യാസമാണ്. ഇതുപോലെ തന്നെ ഒരു സദ്യ നടക്കുന്ന പോലെയാണ് സീസർ പാലസിലെ എവരി ട്യൂസ്ഡേ 3 മണി തൊട്ട് 5 മണി 5:30 വരെ നടക്കുന്ന പ്രോഗ്രാം. ഈ ചെമ്മീൻ ചമ്മന്തിപ്പൊടി പോലെ അല്ലെങ്കിൽ ഈ ഇഞ്ചിപ്പൊടി പോലെ ആയിരിക്കും ചിലപ്പോൾ എന്ത് തോന്നുന്നത് നമുക്ക് ഒരു വ്യക്തിയുടെ സ്പീച്ച്, ആ വ്യക്തിയുടെ ആ അനുഭവമായിരിക്കാം നമ്മൾ അങ്ങോട്ട് കൊണ്ടുചെന്ന ഒരു പുതിയ വ്യക്തികളെ ഈ ബിസിനസ്സിലേക്ക് ആകർഷിക്കുന്നു. അങ്ങനെ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. കാരണം ഞാനിത് പറയാൻ കാരണം വളരെയധികം അനുഭവങ്ങളുണ്ട്. അത് ചില ആൾക്കാർ പറയാറുണ്ട്, ആ മേഡം സംസാരിച്ചു എന്നെ, ഞാൻ അതാണ് തീരുമാനിച്ചത്. നമ്മൾ വിചാരിക്കുക എന്താണെന്നറിയോ, നമ്മുടെ മനസ്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സംസാരിച്ച വലിയ വലിയ പുലികളൊക്കെ അവിടെ ഉണ്ടായിരിക്കും. പുലിയും സിംഹവും കടുവയൊക്കെ ആയിട്ടുള്ള ആൾക്കാർ അവിടെ ഉണ്ടാവും. ഇവരുടെ ചില കാര്യങ്ങളായിരിക്കും. ഒന്നുമല്ല, അവർ പറഞ്ഞ ആ വ്യക്തിയുടെ ആ കാര്യം എന്നെ ആകർഷിച്ചു, ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. പറഞ്ഞ ധാരാളം വ്യക്തികൾ നമുക്ക് അറിയുന്നു. മാഷ് എന്താ പറഞ്ഞ ഗീത മേഡത്തിനെ സംബന്ധിച്ചാൽ അത് ഒരു നോമിനേഷൻ ഫെസിലിറ്റിയുടെ ആ കാര്യത്തിനെ സംബന്ധിച്ച് വലിയ രീതിയിൽ നമുക്ക് വലിയ രീതിയിൽ ഉദാഹരണം കാണിച്ചു കൊടുക്കാൻ പറ്റുന്നതാണല്ലോ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നമുക്ക് റിക്രൂട്ട്മെന്റ് ആവശ്യമാണ്. ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് കിട്ടിയോ, ഒരു ബോധ്യം കിട്ടിയോ? അറിവും തിരിച്ചറിവും വ്യത്യാസമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് ഓൾറെഡി റിക്രൂട്ട്മെന്റ് ഉണ്ടായിരിക്കണം. ഇതൊരു സത്യമാണ്. ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിനെ സംബന്ധിച്ച് 2,10,000 അല്ലെങ്കിൽ 1,00,000 രൂപയോ ആഴ്ചയിൽ വരുമാനം മേടിക്കാൻ നമ്മൾ ഉൽപ്പന്നങ്ങൾ മേടിച്ച് റീറ്റെയിൽ ചെയ്ത് പറ്റില്ല എന്നുള്ള സത്യം നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം. ശരിയല്ലേ? ഒരു 1,00,000 രൂപ ആഴ്ചയിൽ ഒരു 4 ലക്ഷം മന്ത്ലി വരുമാനം ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉൽപ്പന്നം മേടിച്ച് വിറ്റ് പറ്റുമോ? പറ്റില്ല. ഒരു മാസം വേണമെങ്കിൽ ഒരു 40,000 രൂപ ഉണ്ടാക്കാം. അത് 4 ലക്ഷത്തിലേക്ക് പറ്റും. കാരണം 10,000 രൂപയ്ക്ക് ആഴ്ചയിൽ വരുമാനം റീറ്റെയിലിൽ ഉണ്ടാക്കുന്ന ഒട്ടനവധി വ്യക്തികളുണ്ട്. ഇപ്പം എല്ലാവരും അല്ല, ഒട്ടനവധി വ്യക്തികളുണ്ട്. ഒരു 40,000 രൂപയ്ക്ക് ഇൻകം ഉണ്ടാക്കുന്ന വ്യക്തികൾ, മന്ത്ലി ഇൻകം ഉണ്ടാക്കുന്ന വ്യക്തികൾ, 1,00,000 രൂപയൊക്കെ പ്രോഡക്റ്റ് മന്ത്ലി റീറ്റെയിൽ ചെയ്യുന്ന വ്യക്തികൾ ധാരാളമാണ്. പക്ഷേ 4 ലക്ഷം രൂപ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ഈ കരിയറിൻ്റെ നമുക്ക് യഥാർത്ഥ ഇതിൻ്റെ ഫ്രൂട്ട്സ്, നമുക്ക് ഈ പറയുന്നതിൻ്റെ സത്ത ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമുക്ക് റിക്രൂട്ട്മെന്റ് വേണം. നമ്മുടെ ടീം ഉണ്ടായിരിക്കണം. നമുക്ക് ടീം ബിൽഡ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ആ ടീം ബിൽഡ് ചെയ്താൽ മാത്രമേ ഈ കാര്യം നടക്കുള്ളൂ. ഇനി നമുക്ക് വേണ്ട ഒരു കാര്യം, അതിന് ഏതൊരു മനുഷ്യസാധ്യമായ, ഈ ബിസിനസ്സിന് സാധ്യമായ എല്ലാ കാര്യങ്ങളും നമ്മൾ ഉപയോഗപ്പെടുത്തും. അതിൽ പാലായിൽ മീറ്റിംഗ് ഉണ്ടായിരിക്കും ഇടയ്ക്ക്.
പക്ഷെ സീസർ പാലസിലേക്ക് ഇപ്പോൾ ഒരു വാഹനം അറേഞ്ച് ചെയ്തിട്ടുണ്ട് അല്ലേ, എവരി വീക്ക് പോകാവുന്ന രീതിയിൽ. നിങ്ങൾ ആ വാഹനത്തോടൊപ്പം തന്നെ നിങ്ങളുടേതായ വാഹനങ്ങൾ, നിങ്ങളുടെ സ്കൂട്ടറോ ബൈക്കോ ചില പോക്കറ്റുകളിൽ നിന്നൊക്കെ നമ്മുടേതായ വേണ്ടപ്പെട്ട വ്യക്തികൾ ആ പ്രോഗ്രാമിൽ പങ്കെടുപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു 3 മാസം അത് പ്ലാൻ ചെയ്യും. ഒരു 12 ആഴ്ച അതിന് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റിക്രൂട്ട്മെൻറ്റ് വരും. അവിടെ വരുന്ന വ്യക്തികളെ സംബന്ധിച്ച് അങ്ങനെ ഈ മീറ്റിംഗ് തുടങ്ങി കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ട് 2 മാസമൊക്കെ ആയിട്ട് പല ടീമുകളിലും, ഇപ്പോൾ എറണാകുളത്തൊക്കെ പല ടീമുകളിലൊക്കെ അവരുടെ റിക്രൂട്ട്മെൻറ്റും ബിസിനസ്സിലൊക്കെ അവർക്ക് വലിയ മാറ്റം വന്ന് തുടങ്ങി, വലിയ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇനി വരുന്ന ആഴ്ചകൾ മുതൽ എല്ലാ ആഴ്ചകളിലും നമ്മുടെ പ്രാതിനിധ്യം ഉണ്ടായിരിക്കണം. നമ്മൾ ഒരു വ്യക്തിയെങ്കിലും മിനിമം പങ്കെടുപ്പിക്കാനായിട്ട് ശ്രമിക്കണം. കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന ഒട്ടനവധി സ്വപ്നങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഒരു വലിയൊരു ബിസിനസ് അവസരമാണ്. ഈ ബിസിനസ്സിൻ്റെ വലിപ്പം നിങ്ങൾക്കറിയാം. നമ്മൾ കാണുന്നത് ചെറിയ ബിസിനസ് അല്ല അത്. ഈ ബിസിനസ്സിൻ്റെ വലിപ്പം നമ്മൾ കമ്പനീനെ സംബന്ധിച്ച് അതിൽ കമ്പനി അത്രയും കൃത്യമായിട്ട് പ്ലാനും പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകുന്നു. തയ്യാറാണോ? തയ്യാറാണെന്നുള്ളവരൊക്കെ കൈയടിക്കുക. നിങ്ങൾ പങ്കെടുക്കണം കേട്ടോ. ആദ്യം തന്നെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ ഇരിക്കും. അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് റീപർച്ചേസിങ്ങും റീറ്റെയിലിംഗും ആണ്. നമ്മളൊരു മിനിമം പ്രോഡക്റ്റ് റീപർച്ചേസിങ്ങും റീറ്റെയിലിങ്ങും എല്ലാ മാസത്തിലും നമുക്കുണ്ടായിരിക്കണം. കാരണം ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളത് ചെയ്താലാണ് നമുക്ക് നമ്മുടെ ഡൗൺലൈൻ വ്യക്തികളോട് ആധികാരികമായിട്ട് പറയാൻ പറ്റുള്ളൂ. ഇവിടെ എല്ലാ മാസത്തിലും ഒരു 10,000 രൂപയുടെ പ്രോഡക്റ്റ് സ്വന്തം ആവശ്യത്തിനും കുടുംബാംഗങ്ങളുടെ ആവശ്യത്തിനും വേണ്ടപ്പെട്ട സുഹൃത്തുക്കളുടെ അയൽവാസികളുടെ ആവശ്യത്തിനും മേടിക്കുന്ന വ്യക്തികൾ എത്ര പേരുണ്ട്? വളരെ ചുരുക്കം വ്യക്തികളാണ് അതിലേക്ക് പ്ലാൻ ചെയ്യാത്തത്. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട, ഞാൻ പറഞ്ഞ വാക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അല്ല, വളരെ 3-4 വ്യക്തികൾ. അതായത് ചോദ്യം വരുന്നൊരു 10,000 രൂപയുടെ പ്രോഡക്റ്റ് മേടിച്ച് ഉപയോഗിക്കുകയും വിൽക്കുകയും ചെയ്യുന്ന വ്യക്തികൾ എത്ര പേരുണ്ട്? അതെല്ലാവരും ഉണ്ട്. അങ്ങനെ ചോദിച്ചപ്പോ അല്ലേ, ഞാൻ ചോദിച്ചത് വേറെ രീതിയായി പോയി. അതായത് ഒരു മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ ഒരു പ്രോഗ്രാം നടക്കുകയാണ്. അപ്പോൾ പ്രോഗ്രാം നടക്കുന്ന സമയത്തുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി അവരെ പ്ലാൻ ചെയ്യിക്കുകയാണ്. അപ്പോൾ സുജി സാറ് പറഞ്ഞു, എന്താണ് ഈ ഇങ്ങനെ ഇതിനുള്ള അല്ല അതിന് ഓവൽ ഷേപ്പിൽ നിൽക്കുന്നു പറഞ്ഞു. അപ്പോൾ ഇവര് ഇങ്ങനെ വായം പൊളിച്ച് നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയാൻ പോകുന്ന പുലിവാല്. എനിക്ക് ഇപ്പോഴും അങ്കമാലിയിൽ ടൂറേക്ക് അത് കിടക്കുന്ന സമയത്ത് ആളെന്തോ ഓവൽ ഷേപ്പ് വേറെന്തോ ഓവൽ ഷേപ്പ് ഓവൽ ഷേപ്പ് എന്തോ ഒരു കാര്യം പറയാണ്. അപ്പം നമ്മുടെ സാധാരണ ഡിസ്ട്രിബ്യൂട്ടേഴ്സും വീട്ടമ്മമാരൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരിങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ ഒന്ന് റാ പറഞ്ഞു കാര്യം പിടിയിട്ട് മനസ്സിലായ റാ പറഞ്ഞു പറഞ്ഞ സമയത്ത് ഇത് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് ഫോട്ടോയിൽ കിട്ടാൻ വേണ്ടിയാണ്. ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് കിട്ടില്ലല്ലോ. അപ്പൊ അതുപോലെ വേറെ 10,000 രൂപയുടെ പ്രോഡക്റ്റ് മേടിച്ച് ഉപയോഗിക്കുകയും വിൽക്കുകയും ചെയ്യുന്ന വ്യക്തികൾ എത്ര പേരുണ്ട്? ഇത്രയുള്ള കാര്യം. അതിപ്പോ ഇവിടെ ഇരിക്കുന്ന ഏകദേശം എല്ലാവരും ഉണ്ട്. ഒരു 25,000 പ്രോഡക്റ്റ് എത്ര പേരുണ്ട്? മാസം മേടിച്ച് ഉപയോഗിച്ച് വിൽക്കുന്നവര് 25,000 രൂപയുടെ ധാരാളം വ്യക്തികളുണ്ട്. ഓക്കെ, ഡേവിസ് സാറുണ്ട് ഇല്ലേ? അല്ലേ? അതിൽ കൂടുതലുണ്ട്. നമുക്കതിനെ സംബന്ധിച്ച് അത് നന്നായിട്ട് നമുക്കത് വർദ്ധിപ്പിക്കണം. കാരണം എന്താണെന്നറിയും, ഇപ്പം നിങ്ങൾക്കറിയാം നമ്മുടെ ഈ ബിസിനസ്സിൽ ധാരാളം പ്രോഡക്റ്റുകൾ മേടിച്ചിട്ട്, ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ കണ്ടതാണ് 10,42,000 രൂപയുടെ പ്രോഡക്റ്റ് വരെ 8 മാസം കൊണ്ട് മേടിച്ച് വിറ്റവരുണ്ട്. വീണ്ടും അവരെ സംബന്ധിച്ച് ഇപ്പൊ തായ്ലാൻഡ് അടിച്ച് വീണ്ടും മേടിച്ചവരുണ്ട്. ഇതൊക്കെ അവരാ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണ്. സാറ് വരുന്നുണ്ട്. സാറ് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല? ചെറിയതായിട്ട് ഷുഗർ താന്നു പോയി, ഷുഗർ കുറഞ്ഞു പോയി. നോർമലാ. അതായത് സാറ് വലിയ മരുന്ന് കഴിക്കണാണോ ഡയബറ്റീസിന്? ഒന്നും കഴിക്കുന്നില്ല. ഇനി അവിടെ ഒന്ന് ജനലയുടെ അവിടെ ഇരുന്നു, അപ്പൊ കാറ്റ് കിട്ടിക്കോളൂ. ഇനി ആ പകുതി കുടിച്ചാൽ മതിട്ടോ. ഇനിയിപ്പോ എന്താ സംഭവം? കുറഞ്ഞു പോയിട്ട് കൂടി പോയി എന്നുള്ള പുലിവാല് വേണ്ട. ഒരു ഫ്രൂട്ടി മേടിച്ച് ബോട്ടിൽ പിടിച്ചിട്ട് അങ്ങനെ മനസ്സിലായ? ഓക്കെ, ഇപ്പൊ നോർമലായി. എന്താണെന്നറിയോ, നമ്മളെന്താ അറിയോ, ജസ്റ്റ് ഇവിടെ ഇരുന്ന് സൗകര്യമുള്ള സമയത്തെ ഒന്ന് പോയി ചെയ്യുന്നത് നമ്മുടെ ഊഹമാണ്. ഏത്? ഇത് പ്രഷർ ഡൗൺ ആയതായിരിക്കും എന്നുള്ളത്. അപ്പൊ അവിടെ ചെന്നപ്പോൾ മനസ്സിലായി അതല്ല ഡൗൺ ആയി എന്നുള്ളത്. അത് ഡോക്ടർ അത് പരിശോധിക്കുന്ന സമയത്ത് തൊട്ടടുത്ത് ആ പറഞ്ഞ സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നില്ലേ, സൗകര്യം ഉണ്ടായി. അപ്പൊ അതുകൊണ്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കത് ഒന്ന് ബോധ്യപ്പെടുത്തിയിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ,
അപ്പോൾ ഇതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പ്രോഡക്റ്റിൻ്റെ റീപർച്ചേസിങ് റീറ്റെയിലിംഗ് നമുക്ക് ശക്തമാക്കണം. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ കിട്ടുന്ന ഒരു എക്സ്ട്രാ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പണത്തിന് ആവശ്യമുണ്ടെങ്കിൽ ആ മണിക്കൂറിൽ ആ ദിവസത്തിൽ ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ഇത് റീപർച്ചേസിങ് റീറ്റെയിലിംഗ്. ശരിയാണല്ല? നമുക്കൊരു 2000 രൂപയുടെ വരുമാനം ഒന്ന് ഉച്ചയ്ക്ക് മുൻപ് ആവശ്യമാണെന്നിരിക്കട്ടെ, നമുക്ക് ആ 2000 രൂപയുടെ വരുമാനം ഉണ്ടാക്കാനുള്ള അവസരം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പം തന്നെ സ്പോട്ടിൽ കിട്ടും. അടുത്ത നെക്സ്റ്റ് ബുധനാഴ്ച വെയിറ്റ് വരെ ഇരിക്കേണ്ട കാര്യമില്ല എന്ന്. എന്താണ് അതിൻ്റെ കാരണം? ഒരു 4 പ്രാവശ്യം കൊടുത്താൽ, അല്ലെങ്കിൽ ഒരു 95 അല്ലെങ്കിൽ ഒരു 3 പ്രോഡക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 5000 രൂപയുടെ പ്രോഡക്റ്റ് സെയിൽ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് ഉണ്ടാക്കാൻ പറ്റും. ഇതിൽ ഈ ബിസിനസ് റീപർച്ചേസിങ് റീറ്റെയിലിങ്ങും കൂടുതൽ ചെയ്യുന്ന വ്യക്തികളെ നമ്മൾ പരിശോധിച്ച സമയത്ത് അവരെ സംബന്ധിച്ച് ഒരു സെയിൽസും നടക്കാത്ത വ്യക്തികളും നടക്കുന്ന വ്യക്തികളെയും പരിശോധിച്ച സമയത്ത് നമ്മുടെ വ്യത്യാസം, നമ്മൾ ആർക്കെങ്കിലുമൊക്കെ കുറേ പ്രോഡക്റ്റുകൾ കൊടുക്കുന്ന സമയത്താണ് നമ്മുടെ സെയിൽസ് വർദ്ധിച്ചു വരുന്നത്. ക്ലിയറായോ? കാരണം നിങ്ങളുടെ ജീവിതത്തിൽ കാണാത്തതും കേൾക്കാത്തതുമായ ധാരാളം വ്യക്തികൾ നിങ്ങൾക്ക് കസ്റ്റമേഴ്സായിട്ട് വന്നിട്ടുണ്ട്. ഉണ്ടോ ഇല്ലേ? അങ്ങനെ ഒരു സംഭവം നടന്നുണ്ടോ? ഇവിടെ അങ്ങനെ ഒരു അനുഭവം കിട്ടിയ വ്യക്തികൾ ആരോ ഉള്ളത്? ഒന്ന് കാണട്ടെ. അവർ സാറിന് അങ്ങനെ അനുഭവം കിട്ടി, ആ അനുഭവം എന്ന് പറഞ്ഞു സാറിന് കേൾക്കട്ടെ. ഞാൻ ആദ്യമായിട്ട് 5000 രൂപയുടെ പ്രോഡക്റ്റ് വാങ്ങി ഞാൻ എൻ്റെ ആവശ്യത്തിന് മേടിച്ചു. അത് കഴിഞ്ഞ് എനിക്ക് തന്നെ ഒരു ഉപയോഗിച്ചതിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് തന്നെ എൻ്റെ രോഗത്തിനുണ്ടായിരുന്നു. അത് പറഞ്ഞ് മനസ്സിലാക്കിയ 1-2 വ്യക്തികളുണ്ടായിരുന്നു. അവർക്കതൊരു പരീക്ഷണ വസ്തുവാക്കാൻ അവർ സമ്മതിച്ചു. അതനുസരിച്ച് ഞാൻ ഈ കഴിഞ്ഞ ഒരു 2 മാസത്തിന് മുമ്പ് ക്യാൻസർ വന്നൊരു ലേഡിയുണ്ട്. നല്ല കറുത്തിട്ടാണെങ്കിലും കറുപ്പ് അഴക് ഉള്ള കറുപ്പുള്ള നല്ല സ്ത്രീയാണ്, നല്ല സൗന്ദര്യവതിയാണ്, നല്ല ആരോഗ്യവതിയാണ്, ഒരു എക്സ് സർവീസിൻ്റെ ഭാര്യ. അവരുടെ ബ്രസ്റ്റിന് ക്യാൻസർ വന്നിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ ആ ബ്രസ്റ്റ് ഒരെണ്ണം റിമൂവ് ചെയ്തു. അത് കഴിഞ്ഞ് അവർ ശരീരം മൊത്തത്തിലേ ഡൗണായി. അവർ ആ മുറിക്കകത്തുനിന്ന് വെളിയിൽ ഒരാളെ ഫേസ് ചെയ്യാൻ പോലും അവർക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഞാൻ എൻ്റെ ഒരു പുരയിടത്തിൻ്റെ അടുത്തുണ്ട്, ഞാൻ ഇങ്ങോട്ട് പോയ കൂട്ടത്തിൽ എന്നോട് പറഞ്ഞു ഇന്നയാളെന്ന് ഒരു വിഷയമുണ്ട്, സാറിന് പോയി അവരെ ഒന്ന് കണ്ട് നോക്കാൻ. അപ്പോൾ എന്നെ അറിയാം, ഈ പ്രൊഡക്റ്റ് കൊടുക്കുന്ന ആളാണ്, അവർക്ക് കൊടുത്തോണ്ടിരുന്നത്. എന്നോട് പറഞ്ഞു കാണാൻ പറഞ്ഞു. ഞാൻ ആദ്യം പറഞ്ഞു ഈ വൈകൃതമൊന്നും നോക്കണ്ട, നിങ്ങൾക്ക് ആയുസ് ഇത്തരം തന്നിരിക്കുന്നു, അത്രയും നാളെ നിങ്ങൾ ആരോഗ്യവതിയായിരിക്കുക, ഞാൻ ഗ്യാരണ്ടി ഞാൻ തരുന്ന 1-2 പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ പറഞ്ഞു. ഞാൻ 95 സ്റ്റാർട്ട് ചെയ്തു. സ്പൈറൽ ഗോൾഡ് കൊടുത്തു. പിന്നെ കാലിലും കൈക്കും ഒക്കെ വേദനയുണ്ട്, നമ്മൾ ചാമ്പി തൈലും ആ ജെല്ലും ഇത്രയേ കൊടുത്തുള്ളൂ. ആ ജെല്ലും ചാമ്പിയും പ്രത്യേകോടുകൂടി അവരുടെ ശരീരത്തിൻ്റെ വേദന പെട്ടെന്ന് മാറി. അതിലവർക്ക് ഒത്തിരി വ്യത്യാസമുണ്ട്. നമ്മൾ 95 ഡെയിലി ഓരോന്ന് കഴിക്കാൻ പറഞ്ഞു. ഒരാഴ്ച കഴിച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് തന്നെ തോന്നി ശരീരത്തിനൊരു ഉത്തേജനം കിട്ടി. ഇപ്പം അത് കഴിഞ്ഞവർ ആ അവരുടെ മുറിയിൽ നിന്ന് വെളിയിൽ കഴിഞ്ഞ് ഹാളിലായി നിത്യം തൂക്കുന്നു. അപ്പം തന്നെ പറഞ്ഞു ആ സുശീല ഇപ്പോൾ സുന്ദരിയായി പോയല്ലോ ഒന്ന് ആ റോഡേ പോകുന്നവരുമോ. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ദേവലോകത്ത് കിട്ടുന്ന അമൃതം കിട്ടില്ല. നമ്മുടെ ആൻറ്റി ഓക്സിഡൻറ്റ് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ ഈ നെയ്യ്. അത് അവർക്ക് പ്രയോജനം കിട്ടുന്നതാണ്. ഞാൻ ഈ അടുത്ത ഇടയ്ക്ക് എൻ്റെ സഹോദരി എൻ്റെ മൂത്തതിൻ്റെ മൂത്ത 78 ഇപ്പോൾ കൊടുത്തത്. അവർക്ക് ആദ്യം സത്യം പറഞ്ഞാൽ മിറ്റം കൊടുത്ത കൂട്ടത്തിൽ പൊടി കൊണ്ടൊരു അലർജി വന്നിട്ട് ശ്വാസമുട്ടലുണ്ടായി. നമ്മുടെ ചെത്തിപ്പുഴ സെൻറ് തോമസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി ഒരു 20 ദിവസം ICU കിടന്നു. അവർ ശരീരത്തിലുള്ള നാടിചേർപ്പുകൾ പോലെ തന്നെ ഉള്ള ട്യൂബുകളെല്ലാം പുറത്തുകൂടെ തള്ളി കയറ്റി മരുന്ന് കൊടുത്തുകൊണ്ടിരുന്നു. അവസാനം ഇവർക്ക് പ്രജ്ഞ പോയി എന്നുള്ള രീതിയിൽ പറയുന്നൊന്നും ശരിയായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എന്നാൽ പോലും നമ്മളെ അറിയില്ല. അവിടുന്ന് അവർ പറഞ്ഞു ഏതോ സൈക്കോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. ഞാൻ പറഞ്ഞു ഡിസ്ചാർജ് ചെയ്യുന്ന 2,400 രൂപയും തീർന്നു. ഞാൻ പറയട്ടെ, സാറിപ്പ് ഇത് കൊടുത്തതിന്റെ ഭാഗമായിട്ട് അടുത്ത വേറെ കസ്റ്റമറെ കിട്ടിയില്ലേ? അതെങ്ങനെയാ ഒന്ന് പറഞ്ഞേ. ഞാൻ ഈ കൊടുത്തതിന്റെ അത് അവർക്ക് കൊടുത്തപ്പോൾ അവർക്ക് പ്രയോജനം കിട്ടി. അവർക്ക് പ്രയോജനം കിട്ടിക്കുമ്പോൾ അവർ വേറൊരാളോട് വാമൊഴി മനസ്സിലായി. സാറിനുള്ള കാര്യം മനസ്സിലായി. അതായത് അദ്ദേഹം ഉദ്ദേശിച്ച കാര്യം ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ധാരാളം വ്യക്തികൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കും. അപ്പൊ സാറിന്റെ സഹോദരിക്ക് പ്രോഡക്റ്റ് കൊടുത്തു, സഹോദരി ഉപയോഗിച്ച് റിസൾട്ട് കിട്ടി. ഇപ്പൊ സാർ അറിയാത്ത വ്യക്തി, സഹോദരിയുടെ അടുത്തുള്ള വ്യക്തി, അവരെ സംബന്ധിച്ച് ഇവരുടെ അനുഭവം കേട്ട് ആ വ്യക്തിനെ സംബന്ധിച്ച് നമ്മുടെ കയ്യിൽ പ്രോഡക്റ്റ് മേടിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇതാണ് സാർ ഉദ്ദേശിച്ച കാര്യം. ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഈ സഹോദരിക്ക് കൊടുത്തത് കൊണ്ടാണ് എന്ത് സംഭവിച്ചത്, ആ മറ്റേ കണക്ഷൻ നമുക്ക് കിട്ടിയത്. അതായത് നമ്മളൊരു 10,000 രൂപയുടെ പ്രോഡക്റ്റ് മേടിച്ച് നമ്മുടെ സമൂഹത്തിൽ ഒരു 4 ബന്ധുവിനും 4 സുഹൃത്തിനും 4 അയൽവാസിക്കും
കൊടുക്കുന്ന സമയത്താണ് എന്ത് സംഭവിക്കുന്നത്? ഇവരുടെ ബന്ധങ്ങളിൽ നിന്നുള്ള പുതിയ പുതിയ കസ്റ്റമേഴ്സ് നമുക്ക് കിട്ടുന്നത്. ഇത് ചെയ്യാണ്ട് കിട്ടുമോ? ഒരിക്കലും കിട്ടില്ല. അപ്പം നമ്മൾ റബ്ബർ പന്തി ചുമരയിലേക്ക് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? തിരിച്ച് നമ്മളിലേക്ക് പോകും. ഇതുപോലെ നിങ്ങളൊരു 10,000-15,000 രൂപയുടെ പ്രോഡക്റ്റ് നമ്മുടെ സമൂഹത്തിലേക്ക് കൊടുക്കുന്ന സമയത്താണ് അത് റിസൾട്ടായിട്ട് പുതിയ പുതിയ കസ്റ്റമേഴ്സ് നിങ്ങളുടെ ജീവിതത്തിൽ കാണാത്തതും കേൾക്കാത്തതുമായ കസ്റ്റമേഴ്സ് നമുക്ക് വരും. ക്ലിയറായി? അതിനെന്ത് വേണം? പലർക്കും സംഭവിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ പ്രവൃത്തി ചെയ്യാണ്ട് വരുന്ന സമയത്ത് സെയിൽസ് വർദ്ധിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് അവരെല്ലാവർക്കും സെയിൽസ് വർദ്ധിച്ചിരിക്കുന്നത് എന്താണ്? അല്ലെങ്കിൽ ആ സെയിൽസ് നിലനിർത്തുന്നവർ പല വ്യക്തികളും ഇപ്പോൾ 10 ലക്ഷം രൂപയുടെയൊക്കെ പ്രോഡക്റ്റ് വിറ്റു എന്ന് പറയുമ്പോൾ ആ കസ്റ്റമേഴ്സിനെ കംപ്ലീറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നവരാണ് അവർ. നമ്മൾ കസ്റ്റമേഴ്സിന് വിട്ട് കളയരുത്. ചില വ്യക്തികൾ ചെയ്യുന്ന കാര്യം ഒരു 1 ടൈം കൊടുത്തു കഴിഞ്ഞിട്ട് ആ കസ്റ്റമറിലേക്ക് പിന്നെ അവരെ മോണിറ്റർ ചെയ്യാനോ അവരെ കാണാനോ തയ്യാറാവില്ല. അങ്ങനെ വരുമ്പോൾ വേറെ പല വ്യക്തികളിൽ നിന്ന് പ്രോഡക്റ്റ് മേടിക്കുന്ന വ്യക്തികളുണ്ട്. നമ്മൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്കൊരു 25 കസ്റ്റമറെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ 25 കസ്റ്റമറെ മെയിൻറ്റെയിൻ ചെയ്യണം. നമുക്ക് അവർക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റുകൾ അതാത് സമയങ്ങളിൽ എത്തിച്ചു കൊടുക്കാനും നമുക്ക് ഡെയിലി നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായുള്ള ഉൽപ്പന്നങ്ങൾ, നമ്മുടെ സോപ്പ്, പേസ്റ്റ്, അങ്ങനെ ധാരാളം പ്രോഡക്റ്റുകളുണ്ട്, അതെല്ലാം ഉപയോഗിപ്പിക്കാനും അവരെ സംബന്ധിച്ച് മെയിൻറ്റെയിൻ ചെയ്യാനും സാധിക്കും. നിങ്ങൾ സെയിൽസ് വർദ്ധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റീറ്റെയിലിംഗ് കൂട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? നിങ്ങൾ കാണാത്തതും കേൾക്കാത്തതുമായ കസ്റ്റമേഴ്സ് വരും. അങ്ങനെയല്ലേ സാർ ഉദ്ദേശിച്ചത്? സാറിന് അങ്ങനെ അനുഭവം കിട്ടിയെന്നല്ലേ പറഞ്ഞേ? എന്താണ് അനുഭവം എന്ന് കേൾക്കട്ടെ സാറേ. എനിക്ക് ഓപ്പറേഷൻ വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മാറിക്കഴിഞ്ഞപ്പം ഞാൻ അടുത്ത ആളിലേക്ക് എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം മുട്ടുവേദനയ്ക്കുള്ള ആളുകളാണ് കൊടുത്തത്. അവർ ഓക്കെ ആയി കഴിഞ്ഞപ്പം അവരുടെ നമ്മൾ റിക്വസ്റ്റ് അങ്ങനെയാണ്. ഓക്കെ. ഇന്നലെ ഞാനൊരു പ്രോഗ്രാമിന് അങ്കമാലി പോയ സമയത്ത് ഇവിടെയുള്ള ഒരു വ്യക്തി ജീവിതത്തിൽ കണ്ടിട്ടും കേട്ടിട്ടുമില്ല. അവർ കോതമംഗലം അടിമാലിക്ക് അടുത്തുള്ള ഒരു സ്ഥലത്ത് അവരുടെ ഒരു ബന്ധു താമസിക്കുന്നുണ്ട്. ആ ബന്ധു താമസിക്കുന്ന അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ അവരുടെ നാത്തൂനാണ് അവിടെ താമസിക്കുന്ന അടിമാലി. അവർക്ക് കുറച്ച് പ്രോഡക്റ്റ് കൊടുത്ത് അവർക്ക് റിസൾട്ട് കിട്ടിയപ്പോൾ അവരുടെ അയൽവാസിയായിട്ടുള്ള വ്യക്തി ഡൽഹിയിലുണ്ട്. ഒരു തവണ വന്ന സമയത്ത് ഈ അനുഭവം കേട്ട സമയത്ത് അവർ ഡൽഹിയിൽ നിന്ന് വിളിച്ചു പോയിട്ട് ഈ നമ്പർ കൊടുത്തിട്ട് ഡൽഹിയിൽ നിന്ന് വിളിച്ചിട്ട് അവർ ഇത്രയും പ്രോഡക്റ്റുകൾ എനിക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. ആ ഡൽഹിയിലുള്ള വ്യക്തിനെ സംബന്ധിച്ച് അവർ കൊറിയർ ചെയ്ത് പ്രോഡക്റ്റ്, ആ കൊറിയർ ചാർജ് ഒക്കെ ഇവർ കൊടുക്കുന്നുണ്ട്. ഈ ഫോൺ നമ്പറിലുള്ള കോൺടാക്ട് അല്ലാണ്ട് ഈ ആളാണെന്ന് ഒരു അറിയില്ല. ഇപ്പൊ ഡൽഹിയിൽ കുറച്ച് കസ്റ്റമേഴ്സ് ഇവരുടെ കെയർ ഓഫിൽ വന്നിട്ട് സ്ഥിരമായിട്ട് അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതെന്തുകൊണ്ടാണ്? അടിമാലിയിലുള്ള വ്യക്തിക്ക് പ്രോഡക്റ്റ് കൊടുത്തത് കൊണ്ടാണ് എന്ത് സംഭവിച്ചത്? ആ ഡൽഹിയിലുള്ള ഒരു കസ്റ്റമറെ കിട്ടിയത്. ഇവരുടെ അയൽവാസിയാണ്, ഡൽഹിയിൽ ജോലി ചെയ്യണത്. അപ്പം നമ്മളെപ്പോഴും നമ്മുടെ സമൂഹത്തിലേക്ക് കുറച്ച് പ്രോഡക്റ്റുകൾ സെയിൽസ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് എന്ത് വരുന്നത്? കൂടുതൽ നമുക്ക് കച്ചവടം കൂടി വരുന്നു. ആ പ്രോഡക്റ്റ് പുതിയ കസ്റ്റമറുമായിട്ട് അവർ തന്നെ വരും. ആ പ്രോഡക്റ്റ് തന്നെ വരും, പുതിയ ആളുമായിട്ട് അവർ തിരിച്ചു വരും. അതാണ് നമുക്ക് സെയിൽസ് കൂട്ടണമെങ്കിൽ നിങ്ങൾ കുറച്ച് പ്രോഡക്റ്റുകൾ നമ്മുടെ സമൂഹത്തിൽ ബന്ധുക്കൾ, അയൽവാസികളിലേക്ക് കൊടുക്കണം. ഓക്കെ. ഈ ഉൽപ്പന്നങ്ങൾ നന്നായിട്ട് വിറ്റുകൊണ്ടിരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് പരിശോധിച്ച സമയത്ത് അവർ നല്ല രീതിയിൽ പ്രോഡക്റ്റ് നോളജ് ഉണ്ടാവും. നല്ല പ്രോഡക്റ്റ് നോളജ് ഉണ്ട്. പ്രോഡക്റ്റിൻ്റെ അവയർനെസ് ഇല്ലാണ്ട് നന്നായിട്ട് പ്രോഡക്റ്റ് റീറ്റെയിൽ ചെയ്യാൻ പറ്റില്ല. അതിന് സത്യത്തിൽ പല വ്യക്തികളും പറയുന്നൊരു കാര്യം, ഏറ്റവും നല്ല ട്രെയിനിങ് ഏതാണെന്ന് അറിയും. അതായത് രാവിലെ നടക്കുന്ന 6:30 മുതൽ ഒരു 8:15 വരെയുള്ള പ്രോഗ്രാം കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ല പ്രോഡക്റ്റ് ട്രെയിനിങ് ഇപ്പോൾ പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന മോർണിംഗ് പ്രോഗ്രാമാണ്. ഒരു കാരണവശാലും നമ്മളത് ഒഴിവാക്കരുത്. കാരണം ഇപ്പം ചില കോമ്പിനേഷൻ, ചില പ്രോഡക്റ്റുകൾ, ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടറൊക്കെ മാറിയിരിക്കണം, അതുപോലെയാണ് സംസാരിക്കുന്നത്. ഇപ്പം ഞാൻ ചില സമയത്തൊക്കെ എനിക്ക് സ്വന്തം ചിരി വരും ഇത് കാണുമ്പോൾ. ഞാൻ അൽഭാഷകളൊക്കെ പറയാറുണ്ട്. ഇപ്പം നമ്മൾ ചൈനയിലൊക്കെ പ്രോഗ്രാം കഴിഞ്ഞിങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് ആ മരത്തിൻ്റെ ചോട്ടിലൊക്കെ ഇങ്ങനെ വേറെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പം ഇവർ പരിസരം പറഞ്ഞ് തന്നെ പറയും, തൊട്ടടുത്ത് നിന്ന് ഫോണിൽ സംസാരിക്കുന്നതായിരിക്കും. അപ്പം ഇങ്ങോട്ട് ഏതെങ്കിലും ഒരു കോള് വന്നാണ്. അപ്പോൾ ഇങ്ങനെ വളരെ കാര്യമായിട്ട് ഇങ്ങനെ ആലോചിച്ചിട്ട് ഡോക്ടേഴ്സൊക്കെ ആലോചിക്കില്ലേ, ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ഒരു സാധനം. അപ്പോൾ ഒരു കാര്യം, ഇതൊരു സ്പൈറലിന് ഗോൾഡ് കൂടി കഴിച്ചോളൂ. അപ്പുറത്ത് അങ്ങേ തലയിൽ ആളുണ്ട്, അവർക്ക് നിർദ്ദേശം കൊടുക്കുകയാണോ നിന്നിട്ട്. അപ്പോൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ചാമ്പി ഇന്ന സാധനങ്ങളൊക്കെ ആയിട്ട് കൊടുത്തു. കോമ്പിനേഷനൊക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. കാരണം അവർ മോർണിംഗ് പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് ഇത്രയും നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്രോഗ്രാമാണ്. അതുകൊണ്ട് ഒരു വ്യക്തി പോലും എനിക്ക് പറയാനുള്ള കാര്യം, സാധിക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും ഇല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 3-4 ദിവസം നമ്മുടെ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കണം. എല്ലാ ദിവസവും പങ്കെടുക്കുക. ഏതെങ്കിലും മനുഷ്യന്റെ കാര്യമാണെങ്കിൽ ഒരു 2-3 ദിവസം 4 ദിവസമെങ്കിലും മിനിമം പങ്കെടുക്കണം. ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാറുണ്ടോ? പങ്കെടുക്കണം, നിർബന്ധമായിട്ട് പങ്കെടുക്കണം. അതൊരു 1300 ദിവസവും ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത വ്യക്തികളുണ്ട് കേട്ടോ.
ഞാൻ ലീഡേഴ്സ് അല്ല പറഞ്ഞ 1300 ദിവസവും അറ്റൻഡ് ചെയ്ത വ്യക്തികളുണ്ട്. ഏകദേശം 1000-ൽ കൂടുതൽ ദിവസം ഹോസ്റ്റായിട്ടിരുന്ന വ്യക്തിയാണ് അനിമാഷ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ പ്രോഗ്രാം 1300 ദിവസം കഴിഞ്ഞ സമയത്ത്, ഇപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച 1300 ദിവസമായിരുന്നു. അപ്പോൾ ആ പ്രോഗ്രാമിനെ സംബന്ധിച്ചുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പങ്കെടുക്കണം. ഇനി വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഇപ്പം വീട്ടമ്മമാരെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും തിരക്കുള്ള സമയമായിരിക്കും ഇപ്പം രാവിലെ. കാരണം കുട്ടികളെ സ്കൂളിൽ വിടണം. ഇപ്പോൾ വെക്കേഷൻ ആണെങ്കിൽ തന്നെ കുട്ടികളെ സ്കൂളിൽ വിടണം, ഇപ്പോൾ സ്കൂൾ തുറന്ന് വിടണം. ഇപ്പോൾ ഹസ്ബൻഡ് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ആവശ്യമായുള്ള പ്രാതല്, ബ്രേക്ക്ഫാസ്റ്റിൻ്റെയൊക്കെ ചില കാര്യങ്ങൾ ഉണ്ടാക്കണം, ഭക്ഷണം തയ്യാറാക്കണം. ഈ സമയത്ത് ആ ടൈമിലാണ് പലരും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്നറിയും, എല്ലാ പ്രവൃത്തിയും കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. ഇഡ്ഡലി ഉണ്ടാക്കുന്നുണ്ട്, പുട്ടുണ്ടാക്കുന്നുണ്ട്, കടലി ഉണ്ടാക്കുന്നുണ്ട്, ദോശ ഉണ്ടാക്കുന്നുണ്ട്, ചായ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ആ മൊബൈല് എന്ത് ചെയ്യാണ്, ആ അടുക്കളയിലോ ആ പരിസരത്തോ അത് നിങ്ങൾ ഓൺ ചെയ്ത് വെച്ച് നല്ല ശബ്ദത്തിൽ എന്ത് വരുന്നു, അത് കേട്ടുകൊണ്ട്. കാരണം ആ കാര്യം കേൾക്കാണ്ട് പ്രവൃത്തി ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് അഡിക്റ്റായിട്ട് മാറണം. മനസ്സിലായി? അഡിക്റ്റായിട്ട് മാറി. ചില വ്യക്തികൾ പറയില്ല, വേറെ ചില ലഹരിക്ക് വീഴുക, അതിനല്ല അഡിക്റ്റ് ആവേണ്ടത്. ഈ പറയുന്ന കാര്യങ്ങൾ അവരവരുടെ കാര്യങ്ങൾ ഒരു ശല്യമില്ല. ഞാൻ ധാരാളം വ്യക്തികളുടെ അനുഭവങ്ങൾ കേട്ടിട്ടുണ്ട്. ഈ പറയുന്ന കാര്യം അവിടെ ഓൺ ചെയ്തു. ചില വ്യക്തികളുണ്ട് ബ്ലൂടൂത്തിലേക്ക് കണക്ട് ചെയ്തിട്ട് ഹാളിൽ വെച്ച് കുടുംബം മുഴുവൻ കേൾക്കുന്നവരുണ്ട്. മൊബൈലിൽ നിന്ന് കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, അവരെ ബ്ലൂടൂത്തിലേക്ക് അവർ ശബ്ദം കേൾക്കുന്ന സമയത്ത് കുറച്ചുകൂടി ബെഡ്റൂമിലോ ഹാളിലോ അടുക്കളയിലോ ഉള്ളവരൊക്കെ കുടുംബാംഗങ്ങൾ മുഴുവൻ ഇത് കേട്ടോണ്ടിരുന്ന അവരവരുടെ പ്രവൃത്തി ചെയ്യുന്നു. അപ്പം അതുകൊണ്ട് ഒരു കാരണവശാലും ഒഴിവാക്കരുത്. അത് നമുക്ക് വലിയ ആത്മവിശ്വാസം കൂട്ടും, നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിക്കും. നമുക്ക് തന്നെ ഈ പ്രോഡക്റ്റ് മറ്റുള്ള വ്യക്തികൾക്ക് റെക്കമെൻഡ് ചെയ്യാനായിട്ട് അറിവ് കിട്ടുകയും ആത്മവിശ്വാസം കിട്ടുന്ന പ്രോഗ്രാമാണത്. ശരിയാണോ അല്ലേ? ഇപ്പം ഈ കൂടുതൽ പ്രോഡക്റ്റ് വിൽക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് 25,000 രൂപയുടെ പ്രോഡക്റ്റാണ് ഒരു കസ്റ്റമർക്ക് കൊടുക്കുന്നവർ. ഞാൻ ഈ കുഞ്ഞുമോൾ പൗലോസ് എന്ന് പറഞ്ഞ മേഡായിട്ട് സംസാരിച്ചപ്പോൾ 25,000 പ്രോഡക്റ്റ് കൊടുക്കാത്ത കസ്റ്റമർ ഇല്ല. എല്ലാ പ്രോഡക്റ്റും അവരെ സംബന്ധിച്ച് 3 മാസത്തേക്കാണ് റെക്കമെൻഡ് ചെയ്യണം. ഏത് പ്രോഡക്റ്റിൻ്റെ കൂടെയും 95 മൂന്നെണ്ണമുണ്ട്, സ്പൈറുലിന ഗോൾഡ് മൂന്നെണ്ണമുണ്ട്, കവചപ്രാശ് അല്ലെങ്കിൽ ന്യൂട്രി ലൈഫ് ഉണ്ട്. ഇതില്ലാണ്ട് ഒരു പ്രോഡക്റ്റ് അവർ കൊടുക്കണില്ലേ. ഇതൊക്കെ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മാറില്ലേ? അപ്പം അവർ ചിലർ പറയാറുണ്ട്, ഞാൻ കഴിച്ചത് ഇന്ന കാര്യത്തിലാണെന്ന്, എൻ്റെ വേറെ ചില അസുഖം മാറണത് വേറെ ഒന്നുമില്ല, ഇതൊക്കെയാണ് കഴിക്കുന്നത്. നമ്മളിത് എന്താന്ന് മനസ്സിലാക്കുന്ന സമയത്ത് ബ്ലഡ് പ്യൂരിഫയറി വുമൻ കമ്പാനിയിൽ അല്ലെങ്കിൽ ഇങ്ങനെ 2 പ്രോഡക്റ്റ് ആവശ്യം ഉണ്ടാവുള്ളൂ. ഇവർ കൊടുക്കുമ്പോൾ ഏതാ കൊടുക്കണേ? ഇവർ ഇതിന്റെ കൂടെ ഈ പറയുന്ന ഒരു 20,000 പ്രോഡക്റ്റാണ് 3 മാസത്തേക്ക് അവർ റെക്കമെൻഡ് ചെയ്യണമെന്ന് കൊടുക്കണം. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് വരികയാണ്, അവരുടെ ആ പ്രോബ്ലം മാറിയോടൊപ്പം തന്നെ അവരുടെ വേറെ ഞാൻ ഒരു കാര്യം കഴിച്ചില്ലല്ലോ, പക്ഷെ ഈ പറയുന്ന സ്പൈലിന കഴിക്കുമ്പോഴും അതുപോലെ തന്നെ ന്യൂട്രി ലൈഫ് കഴിക്കുന്നു, 95 കഴിക്കുന്ന സമയത്ത് ക്ഷീണവും ആരോഗ്യവും ചിലപ്പോൾ സാറ് പറഞ്ഞ പോലെ സുന്ദരനും സുന്ദരിയൊക്കെയാവും. ഈ മാറ്റം ഉണ്ടായിരുന്നു പലരും അനുഭവങ്ങൾ കേൾക്കാറില്ലേ? അങ്ങനെയാണ് അവരൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ ഒരു 4-5 ദിവസം, മിനിമം 4 ദിവസമെങ്കിലും എല്ലാ ദിവസത്തെ മോർണിംഗ് പ്രോഗ്രാം നമ്മൾ അറ്റൻഡ് ചെയ്യണം. നമ്മൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടറായിട്ട് നമ്മുടെ കൂടെ വന്നിരിക്കുന്ന എല്ലാ വ്യക്തികളെയും ആ സൂമിലേക്ക് കയറ്റാൻ പറ്റണം. ഘട്ടം ഘട്ടമായിട്ട് ഇവർ തന്നെ പറഞ്ഞു, ഉറങ്ങല്ലേ, ക്ഷീണമുണ്ട്, ഇപ്പം സമയത്തിലേ 1 മണിയായിട്ടുള്ളൂ, ഒരു 10-20 മിനിറ്റ് കൂടി കഴിഞ്ഞ് നമുക്ക് ക്ലോസ് ചെയ്യും. അപ്പം നിങ്ങൾ താഴെ ചെന്ന് ബാത്റൂമിൽ പോയി മുഖമൊക്കെ ഒന്ന് കൈയൊക്കെ കഴിയുമ്പോൾ 1:30 ആയി. അപ്പോൾ ഭക്ഷണം കഴിക്കാം. ബിരിയാണി ആയിട്ടൊന്ന് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അവർ പറഞ്ഞു, ഞങ്ങൾ 2 കൂട്ടർക്കും കൂടി ഇപ്പം അവരും വരുന്നുണ്ടല്ലോ, ഒരുമിച്ചൊരു ബിരിയാണി ഞങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നു. നാളെ അവർക്ക് മീൽസ് കൊടുക്കും, ഇന്നലെ നിങ്ങൾക്ക് മീൽസ് ആണെന്നായിരിക്കും കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞു ഒരുമിച്ചായതുകൊണ്ട് ഈ സർക്കസിൽ കിടക്കണല്ലേ, സർക്കസ് കിടക്കുന്ന സമയത്ത് ലാസ്റ്റ് മാറ്റിനിക്ക് ഊഞ്ഞാലാട്ടായിരുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഷോയ്ക്ക് ആദ്യം, ലാസ്റ്റ് ഊഞ്ഞാലാട്ടാണെങ്കിൽ ഫസ്റ്റ് ഷോയ്ക്ക് എന്തായിരിക്കും, ആദ്യമായിരിക്കും ഊഞ്ഞാലാട്ടം. ശരിയല്ലേ? ആ സെറ്റ് അവരഴിക്കില്ല. ആ കണ്ടിട്ടില്ലേ അത്? ഇപ്പോഴല്ല, പഴയ കാലഘട്ടത്തിൽ സർക്കസിലൊക്കെ അങ്ങനെയാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും. ഇപ്പം സർക്കസ് കണ്ടിട്ട് കുറേ നാളായത്. അവസാനം നടക്കുന്നത് ഊഞ്ഞാലാട്ടമാണെങ്കിൽ ആ സെറ്റ് ഉണ്ടായിരിക്കും മാറ്റി. അത് 6 മണിക്ക് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് 6:30 ഫസ്റ്റ് ഷോ തുടങ്ങുമ്പോൾ ആദ്യത്തെ എന്തായിരിക്കും, ഊഞ്ഞാലാട്ടായിരിക്കും. അത് കഴിഞ്ഞ് മൃഗങ്ങളുടെ പരിപാടി കൊണ്ടിരുമ്പോൾ കൂട് കൊണ്ടു വട്ടം വെക്കാനായിട്ടില്ലേ, നിരത്തി വെക്കില്ലേ, അത് അവസാനം ഫസ്റ്റ് ഷോയ്ക്ക് ആണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഷോയ്ക്ക് ആദ്യം എന്തായിരിക്കും, മൃഗങ്ങളുടെ പരിപാടിയായിരിക്കും. അവസാനം ഉള്ളത് ആദ്യമായിരിക്കും. അതവിടെ അഴിക്കില്ല. അപ്പം ആ ഷോയ്ക്ക് ഊഞ്ഞാലാട്ടായിരിക്കും അവസാനം. അതുപോലെ ഇന്ന് ഇവർ ഒരുമിച്ച് വന്ന സമയത്ത് 80 പേർക്കും എന്ത് ചെയ്യണം, ഒരു ബിരിയാണി ഉണ്ടാക്കണം. അപ്പം നാളെ അവർക്ക് എന്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ അവർക്ക് കൊടുക്കേണ്ടത് എന്താണ്, മീൽസ് കൊടുക്കേണ്ടത്. അപ്പോൾ അത് 1:20 നിങ്ങൾ വിടോട്ടെ, 20 മിനിറ്റ് ഉള്ളൂ. വളരെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഇതിന് തയ്യാറാണോ?
ഇവർ 60 പേരെയാണ് ആദ്യം 100ന്റെ സൂമാണ് എടുത്തത്. 100 പേർക്ക് പങ്കെടുക്കാൻ പറ്റുന്ന സൂമാണ് ഇവർ ആദ്യം മേടിച്ചത്. 63 പേര് ഇവർ പഠിപ്പിക്കുകയാണ് എന്താണ് ഈ സൂമ്, ഒന്നും അറിയില്ല. ആ കാലഘട്ടങ്ങളിൽ തുടങ്ങുന്നത് പഠിപ്പിച്ച് ഏകദേശം 10,000-ൽ കൂടുതൽ വ്യക്തികൾ ഇപ്പോൾ സൂം ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് 1000-ൽ കൂടുതൽ വ്യക്തികൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ക്ലിയർ ആയോ? ഏകദേശം 10,000-ഓളം വ്യക്തികൾ സൂം ഡൗൺലോഡ് ചെയ്തു. നിങ്ങളുടെ കൂടെ വരുന്ന എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയും സൂം ഡൗൺലോഡ് ചെയ്യും, എല്ലാ വ്യക്തികളെയും. കാരണം ഇപ്പം അത് വളരെ സുഖമാണ്. ഇവിടെ ഇരിക്കുന്ന ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ധാരാളം വ്യക്തികളെ സംബന്ധിച്ച് അവർക്കിത് അറിയില്ല. പക്ഷേ ഈ കാലഘട്ടത്തിൽ ആ ഓരോ വ്യക്തികളുടെ ഫാമിലിയിലുള്ള ആർക്കെങ്കിലും ഇതറിയാം. കാരണം LKG പഠിക്കുന്ന കൊച്ചു മുതൽ കോവിഡ് കാലഘട്ടത്തിൽ എങ്ങനെ പഠിച്ച ഓൺലൈനിൽ സൂം ആയതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഫാമിലി പേരക്കുട്ടികളോ മക്കളോ അല്ലെങ്കിൽ അമ്മാവൻ്റെ മോനോ സഹോദരിയുടെ മക്കളോ ആരെങ്കിലുമൊക്കെ ഇതറിയാവുന്ന വ്യക്തികളുണ്ടെങ്കിൽ അവരെയും കൊണ്ട് ഈ പ്രവൃത്തി ചെയ്യിപ്പിച്ച് നമ്മുടെ ഉത്തരവാദിത്വത്തിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന എല്ലാ വ്യക്തികളെയും സൂം നമ്മൾ അവരതിൽ പ്രാപ്തരാക്കണം. അതിൽ പ്രാപ്തരാക്കാനാണ് രീതി ചെയ്യണം. ഇനി ആരെങ്കിലും നിങ്ങളുടെ കൂടെ ഇപ്പോൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അത് ചെയ്യുന്നില്ലെങ്കിൽ അതിലേക്ക് മാറണം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും സൂമിൽ ഉപയോഗിച്ചിട്ടുള്ളതാണോ? ഇല്ലാത്ത വ്യക്തികളുണ്ടെങ്കിൽ അത് പഠിപ്പിച്ച് അവരെ ചെറിയ കാര്യമുള്ളൂ. നമ്മുടെ ചില ആൾക്കാരെ കയ്യിൽ കയറിയിരുന്നൊരു സൂമിലൊക്കെ കഥ പറയണ കണ്ടിട്ടില്ലേ പല വ്യക്തികളും? അവരിതെങ്ങനെ പഠിച്ച? കാരണം ഈ ആധുനിക യുഗത്തിൽ അവരുടെ പേരക്കുറ്റി പഠിപ്പിച്ചു. കാരണം അത്രയും പ്രായമുള്ളവരുണ്ട്, അതുകൊണ്ട് പേരക്കുറ്റി പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അടുത്ത വ്യക്തികൾ വീട്ടിൽ പോയി കേൾപ്പിക്കുന്നു, സൂമി കേൾപ്പിക്കുന്നു. ചില വ്യക്തികൾ പറഞ്ഞിട്ടില്ലേ, ഇപ്പൊ ഇവിടെ തന്നെ മാഷ് പറഞ്ഞിട്ടുണ്ട്, ഹസ്ബൻഡ് ഭയങ്കരമായിട്ട് എതിരായിരുന്നു ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നതിൽ, ഈ പ്രോഡക്റ്റ് ഇതിൽ വർക്ക് ചെയ്യുന്നതിൽ. ഈ സൂം വന്ന സമയത്ത് ഉറക്ക ഇത് വെച്ച് ഇത് കേട്ട് അദ്ദേഹം വലിയ അഭിമാനിയും കൂടിയാണ്. എന്താണ്, ഈ വൈഫിനോടൊരു പ്രോഡക്റ്റ് ചോദിച്ചു മേടിക്കുമ്പോൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എതിർത്തില്ലേ, അതുകൊണ്ട് ബ്ലഡ് പ്യൂരിഫയർ കട്ടെടുത്ത് കുടിച്ചു മാഷ് ഒരു ദിവസം പറഞ്ഞത്. കാരണം അഭിമാനിയാണ്, ഇത് കഴിക്കുകയും വേണം പുള്ളിക്ക്. മനസ്സിലായി? ഇത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഈ രാവിലത്തെ പ്രോഗ്രാം കേട്ട് ആളാണ് ഈ ഉറക്കം വയ്ക്കും, ഇത് കേൾക്കട്ടെ എന്നുള്ള രീതിയിൽ വെച്ച് കേട്ട് കട്ടെടുത്ത് കുടിച്ചു എന്ന് പറഞ്ഞ പോലെ ഈ പറയുന്ന നമ്മുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഈ പറയുന്ന ഇതാരും മനഃപൂർവ്വമല്ല. കാരണം നമ്മൾ അവരെ സംബന്ധിച്ച് ഉൾക്കൊള്ളാനായിട്ട് പറ്റും. കാരണം ഈ പറയുന്ന രീതിയിൽ പെട്ടെന്ന് കേൾക്കുന്ന സമയത്ത് ഇന്ന അസുഖം പറയുന്നത് ഇതെന്ത് വെള്ളിരിക്കാൻ പറ്റണം എന്ന രീതിയിലാണ്. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടായിരുന്നല്ലോ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം അതുകൊണ്ട് ഫാമിലിയിലുള്ള വ്യക്തികൾക്കും ഒരു അവയർനെസ് ഉണ്ടായിരിക്കും പ്രോഡക്റ്റിനെ കുറിച്ച്. അവരെ കൺവിൻസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് സൂം ഡൗൺലോഡ് ചെയ്യാത്ത വ്യക്തികൾ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ ചെയ്യിപ്പിക്കണം. പുതിയതായിട്ട് വരുന്ന വ്യക്തികൾ അവരുടെ ഫാമിലിയിൽ ആരെങ്കിലും ഉൾപ്പെടുത്തി ആ കാര്യം ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഓക്കെ, തയ്യാറല്ല? അവർ മിനിമം 3-4 ദിവസം, ഞാനിപ്പോൾ 7 ദിവസം ഞാൻ പറയുന്നില്ല, 7 ദിവസം പങ്കെടുക്കാൻ പറ്റുന്ന വ്യക്തികൾ പങ്കെടുക്കോ. ഒരു 3-4 ദിവസം സൂമിൽ കൃത്യമായിട്ട് പങ്കെടുത്താൽ പ്രോഗ്രാമിനെ സംബന്ധിച്ച് നമ്മൾ അതിൻ്റെ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള നോളജ് കിട്ടും, കോമ്പിനേഷൻ കിട്ടും, നിങ്ങൾക്ക് കോൺഫിഡൻസ് കിട്ടും. നിങ്ങൾക്ക് 15,000-20,000 പ്രോഡക്റ്റ് ഒരു വ്യക്തിക്ക് റെക്കമെൻഡ് ചെയ്യാനും നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് ഉപയോഗിക്കാനും ആത്മവിശ്വാസം കൊടുക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായിട്ട് അതിൽ പങ്കെടുക്കണം. അടുത്തൊരു കാര്യം, നമ്മൾ എല്ലാ ശനിയാഴ്ചയും ആദ്യം ചൊവ്വാഴ്ചയായിരുന്നു 8 മണി തൊട്ട് 10:15 വരെ. അത് എവരി സാറ്റർഡേ, നമുക്കിപ്പോൾ സാറ്റർഡേയിലേക്ക് മാറി 4 ആഴ്ചയായിട്ട് ആ ശനിയാഴ്ചത്തെ പ്രോഗ്രാം വിജയിക്കണം. അതിലാണ് പുതിയ വ്യക്തികൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സാധിക്കുകയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യക്തികളെ വീട്ടിൽ പോയി മൊബൈലും ആയിട്ട് ഒരു 2 മണിക്കൂർ ചിലവഴിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അവരൊന്നും ചിലപ്പോൾ കയറണമെന്നില്ല. നിങ്ങളുടെ സപ്പോർട്ടോടുകൂടി സഹായത്തോടുകൂടി അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് വളരെ നല്ലതാണ്. നമ്മുടെ ഒരു സപ്പോർട്ടോടുകൂടി സഹായത്തോടുകൂടി ആ മൊബൈലിൽ ഈ കാര്യം 2 മണിക്കൂർ കേൾപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ പല വ്യക്തികൾ അതിൽ ക്ലാസ് എടുക്കുന്നു, പല വ്യക്തികളുടെ അനുഭവങ്ങൾ കേൾക്കുന്ന സമയത്ത് ബിസിനസ്സിൻ്റെ വ്യാപ്തിയും അതിൻ്റെ ശക്തിയൊക്കെ മനസ്സിലാക്കാനും അതിൻ്റെ സാധ്യതകൾ ഉൾക്കൊള്ളാനും അത് സാധിക്കും. അപ്പോൾ സാറ്റർഡേ പ്രോഗ്രാമും നിങ്ങൾ സാധിക്കുന്ന സമയങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തും. ഇത്രയും കാര്യങ്ങളൊന്നും ചെയ്ത് നമുക്കൊരു 3 മാസം, നമ്മളെ സംബന്ധിച്ച് മെയ്, ജൂൺ, ജൂലൈ വരെയുള്ള ഒരു സമയം, ഒരു 3-4 മാസം കൃത്യമായിട്ടൊന്ന് പ്ലാൻ ചെയ്താൽ നമ്മുടെ ടീം കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യും. നമുക്ക് കുറച്ചുകൂടി ആൾക്കാർ നമ്മുടെ കൂടെ ടീമിൽ കുറച്ച് ആൾ കൂടും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ച് വർദ്ധിക്കും, നമ്മൾ ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങളിലേക്കൊക്കെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം എന്താണ് സംഭവം? തായ്ലൻഡ് ഒരു ചൂടും ഇതൊന്നും കാണാനില്ല ഇപ്പം. അതിനെക്കുറിച്ച് ശരിയാണോ ദേവി സാറ്? എന്ത് പറ്റി? നമ്മുടെ മേരി മാഡം ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു, മാലിന്യ മാഡം എത്തിയിട്ടില്ല. ആള് ഇലക്ഷൻ തിരക്കൊക്കെ ആയതുകൊണ്ട് 2 പേര് കംപ്ലീറ്റ് ചെയ്തു. നമുക്ക് പോകണ്ടേ തായ്ലൻഡിൽ? പോകാനായിട്ട് പ്ലാൻ ഉണ്ടോ?
അന്ന് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ എല്ലാവരും അതിനു വേണ്ടി തയ്യാറായിട്ട് നിന്ന വ്യക്തികളായിരുന്നു. എന്ത് പറ്റി? ഒന്ന് എനിക്ക് തോന്നണേ നമ്മൾ വടം പിടിക്കുന്നതിൽ ഒന്ന് ലൂസായി തോന്നും. ഞാൻ പറഞ്ഞ പോലെ എണ്ണയിട്ട യന്ത്രം പോലെയുള്ള പ്രവർത്തനം എന്ന് പറയുന്നതിൽ ആ പറയുന്നതിൽ പൽച്ചക്രം കറങ്ങാണ്ട് വന്നു, അല്ലെങ്കിൽ ബെൽറ്റ് കറങ്ങാണ്ട് വന്നു. അങ്ങനെ വന്നപ്പോൾ മിഷനറി പ്രവർത്തിക്കില്ല. എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഈസ്റ്റർ വന്നു, വിഷു വന്നു, ചില വിശേഷങ്ങളൊക്കെ വന്ന സമയത്ത് അതിൽ ലൂസായി പോയതാണോ? നിങ്ങൾ എത്ര പേര് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്? ഇനിയും നമുക്ക് സമയമുണ്ട്. ഇന്നിപ്പോ ഡേറ്റ് എത്രയാ? ഇന്ന് 23 ഏപ്രിൽ. എന്നാണ് കോൺടെസ്റ്റ് അവസാനിക്കുന്നത്? മെയ് 24. 5 ആഴ്ച നമുക്ക് സമയമുണ്ട്. ഇവിടെ ഒരാഴ്ച കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത വ്യക്തികളാണ് പലരും, പല ടീമിലും. 6 ആഴ്ചയുണ്ട് അല്ലേ? 4 ദിവസം കൊണ്ട്. ഞാൻ മേരി മേഡത്തിന്റെ മാത്രമല്ല, പല ടീമുകളും ഒരാഴ്ച കൊണ്ട് 2 ആഴ്ച കൊണ്ടൊക്കെ കംപ്ലീറ്റ് ചെയ്തവരുണ്ട്. എത്ര പേര് തായ്ലാൻഡിലേക്ക് പ്ലാൻ ചെയ്ത വ്യക്തികളൊന്ന് കാണട്ടെ. അവരുന്ന് എണിച്ചു തന്നെ. അല്ല, മേഡം ഉണ്ട്. ഞാൻ ഉദ്ദേശിച്ച കാര്യം, പുതിയ വ്യക്തികൾ ഇനി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഈ 5 ആഴ്ച കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ തീരുമാനിച്ചവര് ഒറ്റ ആൾക്കാരും ഇല്ലേ? എന്തെന്ന് രഹസ്യമായിട്ട് അടിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മളിതേ ഈ കാര്യം മാഷ് പറഞ്ഞ പോലെ ഇത് വളരെ ആരെങ്കിലും സമൂഹത്തിൽ അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശപ്പെട്ട കാര്യമൊന്നുമല്ലോ. രഹസ്യമായിട്ട് അടിച്ചെന്ന് പറയാം, തായ്ലാൻഡ് കംപ്ലീറ്റ് എന്ന് പറയാം. ഇനിയിപ്പോൾ വേറെ വലിയ പരിപാടി അത് രഹസ്യമായിട്ട് വെക്കാന്ന് പറഞ്ഞാൽ സർപ്രൈസ് ആയിട്ട് അടിക്കാനുള്ള പരിപാടി ആയിരിക്കും. സാറ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ എങ്ങനെയാ ഇതുവരെയുള്ള സ്റ്റേജ്? കുറച്ച് പ്രോഡക്റ്റുകളൊക്കെ മേടിച്ചോ, വെച്ച് കാര്യങ്ങളൊക്കെ ചെയ്തോ? ഇല്ല. ഈ വരുന്ന 5 ആഴ്ച കൊണ്ട് ഓൾറെഡി അടിക്കാൻ തീരുമാനിച്ചു. ഓക്കെ, വേറെ ആരാ ഉള്ളത്? ഈ ഒരാളുള്ളോ? അത് വളരെ മോശമായിപ്പോയി. നിങ്ങൾ അന്ന് വന്ന സമയത്ത് ഇവിടെ ഇരിക്കുന്ന സാറൊക്കെ ഫാമിലി ആയിട്ട് പോകാനൊക്കെ ആയിട്ടൊക്കെ പ്ലാൻ ചെയ്തല്ലേ? എന്ത് പറ്റി സാറേ? ഫാമിലി ആയിട്ട് പോകണില്ലേ? സർപ്രൈസ് ആണ്. അങ്ങനെ അതിന്റെ ആവശ്യമില്ല. നമുക്കൊരു ആത്മവിശ്വാസം വേണമെങ്കിൽ വേണ്ടേ? പരിശ്രമിക്കുന്നുണ്ട്. ഓക്കെ, എന്ത് കൊണ്ടുപോകുന്നു പറഞ്ഞേ, ധൈര്യമായിട്ടിരുന്നോളാം, പേടിക്കൊന്നും വേണ്ട. കൊണ്ടുപോകും. വേറെ ആരുള്ള? ഇപ്പൊ 3 പേരായി. കുറച്ച് പേര് സാധ്യത ഉണ്ട് കേട്ടോ, കളയല്ലേ. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഈ അവസരം കളയരുത്. നിങ്ങളെ തായ്ലാൻഡിലേക്ക് ഒരു ട്രിപ്പൊക്കെ പോയിട്ട് വരുന്ന സമയത്ത് വലിയ മാറ്റം നമ്മുടെ ബിസിനസ് ഉണ്ടാവും. അദ്ദേഹം പറഞ്ഞില്ലേ, ഫസ്റ്റ് ദുബായി പോയതാണ്. ഇന്ന് അദ്ദേഹം ഈ ബിസിനസ് ഇതിൽ ഉണ്ടാകാനുണ്ടായ കാരണം, രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഹാളിലിരിക്കുന്ന വ്യക്തികളാണ്. അല്ലെങ്കിൽ ആൾ ഈ ബിസിനസ് ചെയ്യില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഈ ഹാളിലിരിക്കുന്ന വ്യക്തികൾ ഉണ്ടാവാറുണ്ട്, ആൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യില്ല. അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് കൂടി. അതുപോലെ നിങ്ങളുടെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിൽ നിങ്ങൾ അടുത്ത തലമുറയെ മോട്ടിവേറ്റ് ചെയ്യാൻ, അടുത്ത തലമുറയെ പ്രചോദിപ്പിക്കാൻ, നിങ്ങളുടെ കോൺഫിഡൻസ് കൂട്ടാൻ നമുക്ക് ഈ ടീം ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ അവസരമായിരുന്നു. ഏറ്റവും രസകരമായിട്ടുള്ള രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോകാനായിട്ട്. അപ്പൊ വേറെ ആരും ഇല്ലേ? ഇനി ഇവിടെ വരാത്ത വ്യക്തികൾക്ക് ചാൻസ് ഉണ്ടോ? ഇനിയിപ്പോൾ ചില വ്യക്തികൾ വന്നിട്ടില്ലെന്ന് അവർ പ്ലാൻ ചെയ്യില്ല. ഇപ്പൊ മാലിനി മേഡം കംപ്ലീറ്റ് ചെയ്ത ആളാണ്. വേറെ ആർക്കും ചാൻസ് ഉള്ളത്? സാറ് ഇതൊക്കെ ഈ 5 ആഴ്ച കൊണ്ടല്ലേ പ്ലാൻ ചെയ്തേക്കണേ? ഓക്കെ, സാധിക്കാവുന്ന വ്യക്തികൾ പലരും കൂടി ഇരിക്കുന്നുണ്ട് കേട്ടോ. ഒരു ചെറിയൊരു ഉഴപ്പിൽ എന്ന് പറയില്ല, നമ്മളൊരു അലസത, ഒരു ഉഴപ്പിൽ സംഭവിച്ചു. സത്യമാണ്. ചില വിശേഷങ്ങളൊക്കെ വന്നു അതിൻ്റെ ഇടയ്ക്ക്. അപ്പൊ ആ സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ടു. ഇപ്പൊ ഇലക്ഷൻ നടക്കുകയാണ്. അപ്പൊ അത് 26-ാം തീയതി കൂടി ഇലക്ഷൻ കഴിയും. ഇന്നിപ്പോ ചൊവ്വാഴ്ചയാണ്, 3 ദിവസം കഴിഞ്ഞാൽ ഇലക്ഷനായി. അത് കഴിഞ്ഞാൽ പിന്നെ വേറെ നമുക്കിനി 4-ാം തീയതി മാത്രം ഒന്ന് ലീവ് എടുത്താൽ മതി. ഇനി അതിനെക്കുറിച്ച് അറിയാം. നടന്നുകൊണ്ട് കേട്ട് നമുക്കറിയാം. ഏത് ജൂൺ മാസം 4-ാം തീയതി അതിന്റെ റിസൾട്ട് വരാം. പിന്നെ നമ്മൾ ഇലക്ഷൻ എന്ന് പറഞ്ഞതിലാണ് കയ്യിൽ ഗുജറാത്തിലോ പിന്നെ മഹാരാഷ്ട്രയിലോ എവിടെയെങ്കിലും ഇലക്ഷൻ നടക്കണേന് ഇവിടെ നമ്മൾ ഇതിനെക്കുറിച്ച് ഒന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. വലിയ ടാർഗറ്റാണ് മൊത്തത്തിൽ എല്ലാവരുടെ ഒരു സംശയം. എന്നെ നമുക്കല്ല, അവരുടെ മനസ്സിൽ അങ്ങനെ പറഞ്ഞു. ഇതൊരു വലിയ ടാർഗറ്റാണ്. ശരിക്കും ഇത് മാച്ചിങ് ബിസിനസ് ആയിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ ചെറിയ ടാർഗറ്റാണ്. കമ്പനി 4 ലക്ഷം രൂപയ്ക്കാണ് വെച്ചത്, 3.25 ലക്ഷം രൂപയ്ക്കാണ് വെച്ചത് ടാർഗറ്റ് വെച്ച്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് അത് കംപ്ലീറ്റ് ചെയ്യണം. കുറച്ച് പേര് വലിയ ടാർഗറ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മനസ്സിലായോ? പിന്നെ നമ്മൾ 50,000 രൂപയുടെ പ്രോഡക്റ്റ് മേടിച്ച തായ്ലാൻഡിൽ കൊണ്ടുപോകാൻ നമ്മളൊരു കോൺടെസ്റ്റ് വയ്ക്കാൻ പറ്റുമോ? പറ്റില്ല. നിങ്ങളിപ്പോൾ മാംഗോ മെഡോസ് കൊണ്ടുപോകണ പോലെയല്ലല്ലോ. തായ്ലാൻഡിൽ പോകുമ്പോൾ അതിന്റെ ചെലവും ലീഡേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഷെയർ ചെയ്യുന്ന സമയത്തൊക്കെ അതിന്റെ കാര്യങ്ങൾ നമ്മൾ പറയില്ലേ, ആ കാര്യം നടക്കട്ടെ. 40,000 രൂപയുടെ പ്രോഡക്റ്റ് മേടിച്ചത് 4 ആഴ്ച. അപ്പൊ ഒരു 10,000 രൂപയുടെ പ്രോഡക്റ്റ് മേടിച്ച മാംഗോ മെഡോസ് പോണ പോലെ നമുക്ക് പറ്റില്ലല്ലോ. ഇതിന് ഈ ടാർഗറ്റ് വേണം. ഈ ടാർഗറ്റ് മേരി വേണം. പ്രോഡക്റ്റ് ഒക്കെ വിൽപ്പന നടക്കണില്ലേ?
ആ ആ പ്രോഡക്റ്റ് കിട്ടി. ആ അല്ല മേഡം ഇരിക്കുക, ഞാൻ പറയട്ടെ, ഇത് പറഞ്ഞു 5 ലക്ഷം രൂപയുടെ പ്രോഡക്റ്റ് മേടിച്ച് റീറ്റെയിൽ ചെയ്താൽ നഷ്ടമാവണില്ല. റീറ്റെയിൽ ചെയ്യാൻ പറ്റുന്നവർക്ക് നഷ്ടമില്ലാന്ന്. ഇത് പറ്റൂന്ന് കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടല്ലേ മേടിക്കാത്തത്. പറ്റുന്നവർക്ക് എനിക്ക് നഷ്ടം. കാരണം ഒരു 10-25% റീറ്റെയിൽ പ്രോഫിറ്റ് കിട്ടും. 37,500 പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ 50,000 രൂപയുടെ പ്രോഡക്റ്റ് MRP ഫ്രീ കിട്ടി. പിന്നെ ഒരു തായ്ലാൻഡ് ഫ്രീ കിട്ടി. പിന്നെ ഗോൾഡ് കോയിൻ കിട്ടി. അങ്ങനെ നോക്കുന്ന സമയത്ത് 5 ലക്ഷം രൂപയുടെ പ്രോഡക്റ്റ് മേടിച്ചപ്പോൾ 2.5 ലക്ഷം രൂപയ്ക്ക് വരത്തുള്ള സാധനം കൈ കിട്ടി. തുകയും കോൺടസ്റ്റും സ്വർണ്ണമൊക്കെ ആയിട്ട്. ശരിയല്ലേ? ഇപ്പോഴത്തെ സ്വർണത്തിന്റെ വില ഒന്ന് ആലോചിച്ച് നോക്കിയേ. പൊന്നെ ആ കമ്മീഷൻ കിട്ടി. അങ്ങനെ വിവിധ രീതിയിൽ നോക്കുന്ന സമയത്ത് 50% മേടിച്ചതിന്റെ ലാഭമാണ്. 5 ലക്ഷം രൂപയുടെ പ്രോഡക്റ്റ് മേടിച്ച് വിറ്റ സമയത്ത് 5 ലക്ഷം കിട്ടി, വേറെ 2.5 ലക്ഷം കിട്ടി. ഈ കച്ചവടം വേറെ എവിടെ കിട്ടുമോ? ആർക്കാണ് ചെയ്യുന്നവർക്കാണ് കിട്ടും. അതിപ്പോ നമ്മുടെ മേരി മേഡം ലാഭം എന്ന് പറയേണ്ട കാര്യമില്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും അത് ലാഭം അറിയാം. ശരിയല്ലേ? അറിയാട്ടല്ലാന്ന്. ശരിയല്ലേ? നിങ്ങൾക്ക് 1 ലക്ഷം രൂപയുടെ പ്രോഡക്റ്റ് മേടിച്ച് വിറ്റാൽ 10-25,000 ലാഭം കിട്ടുമെന്ന്, അത് വിൽക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് പ്രോഫിറ്റ് ഉണ്ടെന്നും അറിയാത്ത ആരെങ്കിലും കൂടി ഇല്ല. പക്ഷെ എനിക്കതിന് പ്രാപ്തമാണോ, എനിക്കിത് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഇതാണ് പ്രശ്നം. അതാണ് ഇച്ചിരി വലിയ ടാർഗറ്റായി പോയി എന്ന് പറയുന്നത്. ഇത് ഇച്ചിരി ചെറിയ ടാർഗറ്റ് ആയിരുന്നുവെങ്കിൽ ഇത് പ്രാക്ടിക്കലാക്കായിരുന്നു. അതാണ് അനിൽ മാഷ് പറഞ്ഞത്. മനസ്സിലായ? ഒരു മേരി മേഡത്തിന് സാധിച്ച പോലെ ഇവിടെ ഇരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും അത്രയും പ്രോഡക്റ്റ് മേടിച്ച് വിൽപ്പന നടത്തുക എന്നത് അതിന് സാധിക്കാത്ത ഒരു അവസരമുണ്ട്. ഇതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. ശരിയല്ലേ? ഒരു മേരി മേഡത്തിന് സാധിച്ചു, അല്ലെങ്കിൽ മാലിന്യ മേഡത്തിന് സാധിച്ച പോലെ അത്രയും ഉൽപ്പന്നം മേടിച്ച് ഒരു പ്രത്യേക പീരീഡിനുള്ളിൽ റീറ്റെയിൽ ചെയ്യാനായിട്ട് അതിനുള്ള എന്ത് സാധിക്കുന്നില്ല, സാധിക്കാത്തതാണ് പ്രശ്നം. അതാണ് വലിയ ടാർഗറ്റ് എന്ന് വെച്ചാൽ. ഈ കണക്ക് ലാഭം തന്നെയാട്ടാ. അതിപ്പോ മേരി മേഡം ഏതൊരു ആദ്യമായിട്ട് വന്നിരിക്കുന്ന ഒരാളുടെ കണക്ക് പറഞ്ഞു കൊടുത്തു ഭയങ്കര ലാഭം എന്ന് പറയും. അതറിയാത്ത പ്രശ്നമൊന്നുമില്ല എന്ന്. ഇതറിയാത്ത കാര്യമാണോ മേഡം മേടിക്കാത്തത്? 100% ഈ കാര്യമൊക്കെ അറിയാം. പറഞ്ഞു കൊടുത്തു. ഇത്രയൊക്കെ ആളെ കൊണ്ട് പറ്റുള്ളൂ. മനസ്സിലായോ? വിൻ ചെയ്ത വഴികളൊക്കെ ഇവർക്കൊക്കെ അറിയാതെ വഴികൾ പറഞ്ഞു കൊടുത്തു. ആ പ്രോഡക്റ്റ് റീറ്റെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ തായ്ലാൻഡില് നമ്മളെ സംബന്ധിച്ച് കുറച്ച് ആൾക്കാർ വേണ്ട. ഇപ്പൊ മേരി മേഡം തന്നെ അവിടേക്ക് പോണ്ടി വരുമോ? പുലിവാല് തായ്ലാൻഡില് പോണം എന്നുള്ള രീതിയിൽ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന 3-4 പേര് ഇപ്പൊ തയ്യാറായിട്ടുണ്ട്. നിങ്ങളിപ്പോ മാഷ് പറഞ്ഞ പോലെ സർപ്രൈസ് ആയിക്കോട്ടെ, കുഴപ്പമുള്ളതല്ല. ഇനി ഒരു 15 പേർക്ക് ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇവിടെ വരാത്ത കുറച്ച് വ്യക്തികൾക്കും ചാൻസ് ഉണ്ട്. ചില വ്യക്തികൾ വന്നിട്ടില്ല. ഒന്നത്തെ നമ്മളൊരു 10-15 പേരല്ലേ വന്നിട്ടുള്ളൂ. കുറച്ച് പേരടിക്കുന്നു. ശരി ആയിക്കോട്ടെ. രഹസ്യമായിട്ടുള്ള ചില ആൾക്കാരുണ്ട്. പക്ഷെ മുമ്പ് പറഞ്ഞ പോലെ രഹസ്യമായിട്ട് അടിക്കാനെന്ന് പറഞ്ഞാൽ ഏത് രീതിയിലായാലും അടിച്ചോട്ടെ, ഒരു കുഴപ്പമുള്ളതല്ല. രഹസ്യമായിട്ടോ പരസ്യമായിട്ടോ സർപ്രൈസ് ആയിട്ടോ എങ്ങനെയായാലും 24-ാം തീയതി വരുമ്പോൾ കുറച്ച് വ്യക്തികൾ ഉണ്ടായിരിക്കണം. ഇത്രേ പറയാനുള്ളൂ കേട്ടോ. അപ്പൊ സാർ അടിക്കുന്ന ബിസിനസ്സിനെ കൊണ്ടുപോകണം. സാറ് കൊണ്ടുപോകണില്ലേ? പോവാ പ്ലാൻ ഉണ്ട് ഇല്ലേ? അല്ല, ഒരു ഫാമിലി ആയിട്ട് ഇനി നമുക്കൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയും, ഈ കാശൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് എന്ത് കാര്യം? ഇപ്പൊ പെൻഷനായില്ലേ? ഇനിയിപ്പോ ഇതൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇനിയുള്ള കാര്യങ്ങൾ യാത്രകളാണ്. കുറച്ച് മനസ്സിലായ? യാത്രകളാണ്. പെൻഷനായി എന്ന് പറയുന്നത് VRS എടുത്തു എന്ന് പറയാൻ പാടുള്ളൂ സാർ കേട്ടോ. ഒരിക്കലും പെൻഷനായി എന്ന് പറയുന്നത്. ഞാൻ VRS ഒരു 50 വയസ്സായപ്പോ VRS എടുത്തു. മനസ്സിലായ? ഒരിക്കലും പറയുന്നത് ആരെങ്കിലും ചോദിക്കുന്ന സമയത്ത് സാർ പെൻഷനായോ സാറ്? കണ്ടാ പറയില്ല, പെൻഷൻ 56 വയസ്സിലല്ല എന്നൊക്കെ ചോദിക്കും. അപ്പൊ ഇങ്ങനെ പറഞ്ഞാൽ മതി. ചിലവര് അങ്ങനെയുള്ള ആൾക്കാരും കിട്ടോ. ഞാൻ ഇപ്പൊ ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഈ ഒരു 5-6 വർഷമുണ്ട് സർവീസ്. ഒരു VRS എടുത്തു. അതൊക്കെ ഏറ്റവും നല്ലത്. അപ്പൊ ഈ VRS ഒക്കെ എടുത്ത സ്ഥിതിക്ക് ഇനിയൊരു യാത്രകളൊക്കെ ആവാം കുടുംബമായിട്ട് ഇടയ്ക്ക്. മനസ്സിലായ? ഒരു പ്രത്യേക ഘട്ടം കഴിയുന്ന സമയത്ത് നമുക്ക് ആരോ പറഞ്ഞ പോലെ നല്ല സമയത്ത് പോയി കണ്ടൊക്കെ വരണം. ഓക്കെ. അപ്പൊ സാറ് ഫാമിലിയൊക്കെ ഉണ്ട്, തീരുമാനിച്ചു, സാറുണ്ട്. അപ്പോൾ ഒരു മാഷ് പറഞ്ഞ പോലെ ഒരു ഏകദേശം ഒരു 15 കൂടുതൽ വ്യക്തികൾ സർപ്രൈസും രഹസ്യമായിട്ട് അടിക്കലും ഒക്കെ ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും ആ രീതിയിൽ വരട്ടെ നമുക്ക്. അപ്പം ഇനി നമുക്ക് അടുത്ത പ്രാവശ്യമൊക്കെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി പറഞ്ഞ പോലെയൊക്കെ കാര്യങ്ങൾ ആലോചിച്ചൊക്കെ പ്ലാൻ ചെയ്യാം. നിങ്ങളതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന്, ഞാൻ ഉഴപ്പിന്ന് പറയില്ല, പ്രായോഗികമാണോ അങ്ങനത്തെ ഒരു സാധനം മനസ്സിൽ വന്നുപോയി. കാരണം ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല.
ഈ മാങ്ങ എറിഞ്ഞാൽ കിട്ടില്ല എന്ന് മനസ്സിൽ തോന്നിയാൽ പിന്നെ ആ മാങ്ങ എറിയില്ല. ശരിയല്ലേ? ഇത് എറിഞ്ഞാൽ കിട്ടണമല്ല എന്നുള്ളൊരു തോന്നൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആയിക്കോട്ടെ, എന്തായാലും കുറച്ച് വ്യക്തികളെ സംബന്ധിച്ച് അതിലേക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്കിപ്പോൾ 1:15 കഴിഞ്ഞു, നമുക്കിനി ഭക്ഷണമൊക്കെ കഴിച്ചു. ഉച്ചയ്ക്ക് ശേഷം ഈ തായ്ലാൻഡൊക്കെ അടിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് മേരിമേടൊക്കെ ഇവിടെ ഉണ്ട്. അതിൻ്റെ ടെക്നിക്കൊക്കെ ഒന്ന് ചോദിച്ചോ. പിന്നെ പേഴ്സണലായിട്ടൊക്കെ ഇരുന്ന് കുറച്ച് കാര്യങ്ങൾ പ്രോഗ്രാമൊക്കെ പ്ലാൻ ചെയ്താണ് നമ്മൾ 4:45 ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ 1:15 നമ്മുടെ സമയം. അപ്പോൾ ഒന്ന് ബാത്റൂമിലൊക്കെ പോയി കഴി റെഡി ആവുന്ന സമയത്ത് ഭക്ഷണം റെഡിയാവും. ഓക്കെ. ഇപ്പോൾ റൂമൊക്കെ എല്ലാവരും ചെക്കൗട്ട് ചെയ്തില്ലേ? താക്കോല് കൊടുത്തു. ഇനി അത്യാവശ്യം ബാത്റൂമിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ വേറെ 1-2 റൂം കൂടി ഇട്ടിട്ടുണ്ട്. ഇവിടെ ആളുടെ കയ്യിൽ ചാവിയുണ്ട്, പോകാം കേട്ടോ. പിന്നെ ഇന്നത്തെ ഡേറ്റ് 23. അപ്പോൾ ഇനി നമുക്ക് കറക്റ്റ് 5 ആഴ്ചയുണ്ട്. ഇപ്പോൾ 26-ാം തീയതി ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് വ്യക്തികളൊക്കെ നമ്മുടെ പൊതുരംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആക്റ്റീവായിട്ടുള്ള വ്യക്തികളൊക്കെ ഒന്ന് ഫുൾ ടൈമായിട്ട് 2 ദിവസം കൂടി കഴിഞ്ഞാൽ വരും. 26, 27 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേറെ പ്രത്യേകിച്ച് പണിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണിയുണ്ട്. നമ്മൾ ഇത്രയും ഇല്ല. ഇതിപ്പോൾ രാവും പകലും ഇല്ലായിട്ടുള്ള ഓട്ടത്തിലായിരിക്കുമല്ലോ. ഈ വരുന്ന 3 ദിവസം ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. അപ്പോൾ ഓക്കെ. അപ്പം ഞാനിവിടെ സംസാരിച്ച പ്രധാനപ്പെട്ട 2 കാര്യമാണ്. നമ്മുടെ റിക്രൂട്ട്മെൻറ്റ് വർദ്ധിപ്പിക്കുന്നത്. കമ്പനി വലിയ പ്ലാനും പദ്ധതികളാണ്. ധാരാളം പ്രോഡക്റ്റുകൾ ഇനി വരും, സ്റ്റോറുകൾ വരും, എല്ലാ സൗകര്യങ്ങളും വരും. വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ, നന്നായിട്ട് പ്ലാൻ ചെയ്യുക, നന്നായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാ വ്യക്തികൾക്കും അതിന് തത്തുല്യമായുള്ള പ്രതിഫലം ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.